ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ സഹപ്രവർത്തകരായ ഡോക്ടർ മുഹമ്മദ് പാലത്ത്, പി എ ഷമീൽ സജ്ജാദ്, ഡോക്ടർ നസറീന, പ്രിയ സുഹൃത്തുക്കളെ, പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവും ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ആധികാരികമായും ഗഹനമായും പഠിക്കാനും മനസ്സിലാക്കാനും വളരെ നേരത്തെ തുടങ്ങി വച്ച ഒരു പഠന പ്രക്രിയ ഇടക്കാലത്ത് മുടങ്ങിപ്പോയത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ മന്ത്ലി പഠന പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെടാനുള്ളത്, ഇതൊരു തുടർ പ്രക്രിയയായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടങ്ങളിലൊക്കെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും നമ്മുടെ ബജറ്റുകളിലും ഒക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന പരമകാരുണികൻ മനുഷ്യകുലത്തിന് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ള സമ്പൂർണമായ ജീവിത ദർശനത്തിൻ്റെ ഭാഗമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളും അതിൻ്റെ രീതിശാസ്ത്രവും അത് പഠിക്കുക എന്നത്, അത് ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന പുതിയ കാലഘട്ടം അതിസങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തിക ഇടപാടുകളിൽ നയമില്ലായ്മ, സ്വാർത്ഥത, ചൂഷണം തുടങ്ങിയവ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം. പലിശാധിഷ്ഠിതമായ സാമ്പത്തിക ധനവിനിമയ പരിപാടികളാണ് ലോകത്തെങ്ങും ഉള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ പലിശ മുക്തമായിട്ടുള്ള, നമുക്ക് നമ്മുടെ വ്യക്തിപരമായ സാമ്പത്തിക മേഖലകളിലെങ്കിലും പലിശമുക്തമായ ഒരു സമ്പദ്ഘടന, സമ്പദ്ക്രമം നടപ്പിലാക്കാൻ സാധിക്കുമല്ലോ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ ഘടനകളിലും നമ്മുടെ അയൽപക്ക കൂട്ടായ്മകളിലും നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ നാട്ടിലും രാജ്യത്തുമൊക്കെ പലിശരഹിതമായ സമാധാനപരമായ സാമ്പത്തിക രീതിശാസ്ത്രങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. അതിന് യോജിച്ച രൂപത്തിലുള്ള ധാരാളം സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് വളർന്നു വന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഒട്ടനവധി പലിശരഹിത ഇസ്ലാമിക് സമ്പദ്ഘടനകളും ധനവിനിമയ മാതൃകകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കുന്നത്. പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, നമ്മളുടെ ഇന്നത്തെ തലക്കെട്ട് എൻ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് എക്കണോമിക്സ് എന്നാണ്. ഇസ്ലാമിക് എക്കണോമിക്സ് കേൾക്കാൻ സുഖമുള്ള, നാം ഒരുപാട് പരിചയിച്ചിട്ടുള്ള ഒരു ടേമാണ്. ഒരു ഭാഗം ഇസ്ലാമിക് എക്കണോമിക്സ് ആണ്, ഇസ്ലാമിക് സാമ്പത്തിക ശാസ്ത്രം. അതിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇസ്ലാമിക് ഫിനാൻസ് മേഖലയിൽ ഇസ്ലാമിക് ബാങ്കിങ്,
ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ, ഇസ്ലാമിക് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ വിവിധങ്ങളായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക് ഫിനാൻസ് ഇന്ന് ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രചാരം ലഭിച്ചിട്ടുള്ള, ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ തൽപരരായ ആളുകളുടെ പഠനവും ഗവേഷണവും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രിയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പബ്ലിഷ് ചെയ്യപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങളിലും അതുപോലെ പുസ്തകങ്ങളിലുമൊക്കെ ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ധാരാളം ആർട്ടിക്കിളുകളും പുസ്തകങ്ങളും ലിറ്ററേച്ചറും നമുക്കിന്ന് ലഭ്യമാണ്. നമ്മളുടെ പഠനത്തിൻ്റെ ഒരു മുഖം ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പരിചയപ്പെടുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ രണ്ടാമത്തെ സെഷൻ ഇസ്ലാമിക് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്, അതിലെ ധാരാളം വ്യത്യസ്തമായ പ്രൊഡക്ട്സ്, മുഷാറക്ക, മുലാറബ തുടങ്ങിയ ധാരാളം പദ്ധതികൾ ഇന്ന് അവൈലബിൾ ആണ്. അത് കുറേ കൂടി ആഴത്തിൽ നിന്നുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ഒരു ഗഹനമായ അറിവ് ഉണ്ടാക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു മദർ ബോഡി എന്ന് പറയുന്നത് ഇസ്ലാമിക് എക്കണോമിക്സ് ആണ്. ഇസ്ലാമിക് എക്കണോമിക്സ് അതൊരു പുതിയ അക്കാദമിക രംഗത്ത് ഒരു പുതിയ ശാഖയാണ്. നേരത്തെ സഹോദരൻ ഡോക്ടർ മുഹമ്മദ് പാലത്ത് സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അക്കാദമിക് വിഷയമായി ഇസ്ലാമിക് എക്കണോമിക്സും ഇസ്ലാമിക് ഫിനാൻസും അംഗീകരിക്കപ്പെടുകയും അതിൻ്റേതായ പഠന ബോർഡുകൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഡിഗ്രി തലത്തിലും PG തലത്തിലും ഈ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകതലത്തിൽ തന്നെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക് എക്കണോമിക്സ് ആൻഡ് ഇസ്ലാമിക് ഫിനാൻസ് ഒരു പഠന വിഷയമായി വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇസ്ലാമിക് എക്കണോമിക്സിനെ ഒരു അക്കാദമിക് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുക, മനസ്സിലാക്കുക എന്നതാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാം അത് ദൈവികമായ ഒരു ജീവിത ദർശനമാണ്. നാം സാധാരണയായി പരിചയിച്ചിട്ടുള്ള ഒരു മതം എന്ന തലത്തിലുള്ള ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ട്. യഥാർത്ഥത്തിൽ മതം എന്നത് മനുഷ്യ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കൃത്യമായി ആവരണം ചെയ്യുന്ന, എല്ലാ വിഷയങ്ങളിലും കൃത്യമായ വെളിച്ചം നൽകുന്ന ഒരു മാർഗദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ബോധ്യമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹിക ഇടപാടുകളിലും അയൽപക്ക ബന്ധങ്ങളിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തുടങ്ങി എല്ലാ മേഖലകളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഡിവൈൻ ദൈവികമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക രംഗത്ത് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം, സാമ്പത്തിക വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൈലൻ്റ് ആണോ? മനുഷ്യർക്ക് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശവും ഇസ്ലാം ഖുർആൻ നൽകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ വളരെ ഗൗരവതരമായ ഇടപെടലുകൾ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ ജീവിത മാതൃകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനിയുടെ ജീവിതവും എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടി, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹോരാത്രം പരിശ്രമിച്ചതും അതിൽ വിജയിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നു. രണ്ട് വിഭാഗം ആളുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് യസ്രിബ് നിവാസികളായിട്ടുള്ള മദീനക്കാരായിട്ടുള്ള ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ. അവരെ ചരിത്രം പിന്നീട് അൻസാരികൾ എന്നാണ് പറയപ്പെടുന്നത്. ഔസ് ഖസ്റജ് രണ്ട് വിഭാഗമായിരുന്നു. നേരത്തെ അവർ രണ്ട് ഗോത്രങ്ങളാണ്, പരസ്പരം കലഹിച്ച രണ്ട് ഗോത്രങ്ങളാണ്. പക്ഷേ അവർ പ്രവാചക ആഗമനത്തോടുകൂടി അവർ ഒന്നായി തീരുകയും അങ്ങനെ അവർ ചരിത്രത്തിൽ അൻസാരികൾ, സഹായികൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അതോടൊപ്പം പ്രവാചകൻ തിരുമേനിയോടൊപ്പം തിരുമേനി അടക്കം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന, പലായനം ചെയ്തു വന്ന ആളുകൾ, അവരെ ചരിത്രം രേഖപ്പെടുത്തുന്നത് മുഹാജിറുകൾ എന്നാണ്, അഭയാർത്ഥികളാണ്. അവർ മക്കയിൽ വീടും കച്ചവടവും കൃഷിയും മറ്റ് ജീവിത മാർഗങ്ങളൊക്കെ ഉള്ള നല്ല രൂപത്തിൽ തന്നെ സ്വയം പര്യാപ്തരായി ജീവിച്ച ഒരു വിഭാഗമാണ്. പക്ഷേ അതെല്ലാം ദൈവമാർഗത്തിൽ ത്യജിച്ച് അവർ പലായനം ചെയ്തതാണ്. പലരും ആ യാത്രാ സന്ദർഭത്തിൽ എടുത്ത സാമ്പത്തിക വിഭവങ്ങൾ പോലും ഖുറൈശികൾ പിടിച്ചെടുക്കുകയും ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതും അവിടെ ഇട്ടേച്ചു കൊണ്ടാണ് ഇവർ യാത്ര ചെയ്തിട്ടുള്ളത്. അവർ മദീനയിൽ എത്തിച്ചേർന്ന് ഈ സന്ദർഭത്തിൽ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് മുഹാജിറുകളാണ്, അവർ അഭയാർത്ഥികളാണ്, സാമ്പത്തിക വിഭവങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ്. നമ്മൾ എക്കണോമിക്സിൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയും, ഉള്ളവനും ഇല്ലാത്തവനും. മുഹാജിറുകൾ ഇപ്പോൾ സാമ്പത്തികമായി ഇല്ലാത്തവരാണ്. അവർ തിരിച്ച് അതോടൊപ്പം അൻസാരികൾ അവിടെയുണ്ട്, അവർ ഉള്ളവരാണ്. അവർക്ക് കച്ചവടമുണ്ട്, വീടുണ്ട്, കൃഷിയുണ്ട്, എല്ലാം. ഇവിടെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളവരാണ്, രണ്ടാമത്തത് ഇല്ലാത്തവരാണ്. സാധാരണ നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിന് ശേഷം ചെയ്ത ആദ്യത്തെ കർമ്മം എന്താണ് എന്ന്. അപ്പോൾ ചില ആളുകളൊക്കെ പറയും പള്ളി ഉണ്ടാക്കി. അങ്ങനെ ആണ് സാധാരണ കുട്ടികൾ പറയാറുള്ളത്. പക്ഷെ നമുക്കറിയാം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി, ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ മക്കക്കാരും മദീനക്കാരുമായ രണ്ട് വിഭാഗം ആളുകൾ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനിയുടെ ആദ്യ ഫോക്കസ് ഇല്ലാത്തവരെ, മുഹാജിറുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെ നിന്ന് അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, വിശ്രമിക്കേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ലോക ചരിത്രത്തിന് മാതൃകകളില്ലാത്ത വിധം സാമ്പത്തിക വിഭവങ്ങളുടെ പുനർക്രമീകരണം നമുക്കവിടെ കാണാൻ സാധിക്കും. പുനർവിതരണം, നമ്മൾ എക്കണോമിക്സിൽ അതിന് റീഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. സാമ്പത്തിക വിഭവങ്ങൾ പല രൂപത്തിലും ആളുകളുടെ കയ്യിലാണ് ഉള്ളത്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അത് ചിലത് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് ഇല്ലാത്തവരിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇതിനാണ് പുനർവിതരണം എന്ന് പറയുന്നത്. ഇതിന് പ്രവാചകൻ തിരുമേനി സ്വീകരിച്ച തത്വം ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ സാങ്കേതിക പദത്തിൽ മുആഖാത്ത് എന്നാണ് അതിന് പറയുക. ഇസ്ലാമിക സാഹോദര്യം. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ ആളുകളെയും അതുപോലെ മദീനക്കാരായ ആളുകളെയും പരസ്പരം സഹോദരന്മാരായി പ്രഖ്യാപിച്ചു. ആർക്കും ഒരു എതിർപ്പുമില്ല. വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മദീനക്കാരനായ ഓരോ അൻസാരിയും
തൻ്റെ സഹോദരനായ മുഹാജിറിനെ ചേർത്ത് പിടിക്കുകയും തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ടല്ല, അവരുടെ സമ്പത്തിൽ, അവരുടെ സ്വത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ വീട്ടിൽ അവകാശം നൽകിക്കൊണ്ട് അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി ഒരു മുഹാജിറിനും ഒരഭയാർത്ഥിക്കും ഞാൻ എങ്ങോട്ട് പോകണം, എനിക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുക, എനിക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക, രാത്രി ഞാൻ എവിടെയാണ് കിടക്കുക, ഒരു പ്രശ്നവുമില്ല. ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രവാചകൻ തിരുമേനിയുടെ സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തെളിവായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇന്നും ചരിത്രത്തിൽ മുആഖാത്ത്, ഇസ്ലാമിലെ ഉഖുവത്ത്, സാമ്പത്തിക വിഭവങ്ങളുടെ പുനർവിതരണം നമുക്ക് കാണാൻ സാധിക്കും. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിക്കൊണ്ടാണ് അല്ലാഹു തആല പ്രവാചകൻ തിരുമേനിയെ അയച്ചിട്ടുള്ളത്. പക്ഷേ ആ കാരുണ്യം എങ്ങനെയാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ ഒലിച്ചു പോവുകയാണ്. അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ നശിച്ചു. ആളുകൾ തന്നെ ഇല്ലാതായിപ്പോയി, ഗ്രാമം ഇല്ലാതായി. ഇപ്പം കേരളം അങ്ങോട്ടൊഴുകുകയാണ്. അവർ വ്യത്യസ്തമായ രൂപത്തിലുള്ള സഹായങ്ങളുമായി സാമ്പത്തിക വിഭവങ്ങളുടെ പുനർവിതരണമാണ് ഒരു സന്ദർഭത്തിൽ നിർണായകമായി കൈവെക്കേണ്ടടുത്ത് കൈവെക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിൽ പണം ഒരു പ്രധാന ഘടകമാണ്, സാമ്പത്തിക വിഭവങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ ആ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സാമ്പത്തികമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും നമുക്ക് ആലോചിച്ച് നോക്കുക. ഇതോടുകൂടി മദീനയിലെ ജനസംഖ്യ വർദ്ധിച്ചു, ആളുകളുടെ എണ്ണം കൂടി, സാമ്പത്തിക വിഭവങ്ങളുടെ ആവശ്യം കൂടി. ആ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഉള്ളത് വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സാമ്പത്തിക വളർച്ച ഉണ്ടാവേണ്ടതുണ്ട്, കാർഷിക വിളകൾ വർദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ള ഈ പോപ്പുലേഷന് കൂടി ഭക്ഷണം നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളത് വീതിക്കാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഉന്നതമായ ഒരു പ്രഖ്യാപനം നടത്തി. മൻ അഹിയൽ അർള ഫഹിയ ലഹു. ആർ ഭൂമി ജീവിപ്പിക്കുന്നുവോ അത് അവനുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയ സന്ദർഭത്തിൽ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ലാൻഡ് ടു ദി ടില്ലർ. ഭൂമി കർഷകനുള്ളതാണ്. കർഷകനെ ചൂഷണം ചെയ്യുന്ന ഭൂവുടമ സമ്പ്രദായം നിലനിന്ന ഒരു സന്ദർഭത്തിൽ ഭൂമിയുടെ ഉടമാവകാശം മുഴുവൻ ഭൂവുടമയിലും അധ്വാനിക്കുന്നത് കർഷകനും, ആ കർഷകൻ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സ്ഥാപിക്കുന്ന മദീന സ്റ്റേറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മൻ അഹിയൽ അർള ഫഹിയ ലഹു. ഭൂമി മദീനയുടെ പ്രാന്തപ്രദേശത്ത് ആരുടേതുമല്ലാത്ത, ആരും കൃഷി ചെയ്യാത്ത ഒരുപാട് ഭൂമിയുണ്ട്. നിങ്ങൾ അവിടെ പോയി വിയർപ്പൊഴുക്കി കൃഷി ചെയ്താൽ ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥത നിങ്ങൾക്കുണ്ടാവും. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജോലി ചെയ്ത് കൃഷി ചെയ്ത് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടി അതിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്കുള്ളതാണ്. ഇത് കേട്ട് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ സഹാബിമാർക്ക് വളരെയധികം ആശ്വാസം, സന്തോഷം. അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളുടെ സുഖം നഷ്ടപ്പെടുകയാണ്, ഇനി അധ്വാനിച്ചാലേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അവരത് പോസിറ്റീവായിട്ട് എടുത്തു. അവരിറങ്ങി, അവരോടി, അവർക്ക് പറ്റുന്ന ഇടങ്ങളിൽ അവർ കൃഷി ചെയ്തു. അവർ വളച്ചുണ്ടാക്കി, അത് കൃഷിയോഗ്യമാക്കി. അങ്ങനെ വിയർപ്പൊഴുക്കിക്കൊണ്ട് കൃഷി ചെയ്തു. മദീനയുടെ മാർക്കറ്റിൽ കാർഷിക വിളകൾ ധാരാളം വർദ്ധിക്കാൻ തുടങ്ങി. പ്രവാചകൻ തിരുമേനിയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മാതൃകകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. പോപ്പുലേഷൻ കൂടി, ഈ കൂടിയ പോപ്പുലേഷൻ അധ്വാനത്തിലേക്ക് ഇറങ്ങി, അവർ വയലിലേക്ക് ഇറങ്ങി കൃഷി ചെയ്തു. അങ്ങനെ ആവശ്യം കൂടി, അതോടൊപ്പം ഉൽപ്പാദനവും കൂടി. അപ്പോൾ ഉൽപ്പാദനം കൂടുന്നു, ആളുകൾ കൂടുന്നു, ഡിമാൻഡ് ഇതിനാണല്ലോ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. മദീനയിലെ സാമ്പത്തിക എക്കോണമി, മദീനയൻ എക്കോണമി കൃഷിയിൽ ഊർജിതമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വികസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിലൂടെ ഉണ്ടായത് മദീനയുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം, നാഷണൽ പ്രോഡക്റ്റ് അത് വർദ്ധിക്കുന്നു, ഉടമസ്ഥത ലഭിക്കുന്നു.
ആളുകൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുന്നു, ആളുകളുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നു. ഇത് ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന, ലോകത്തിന് അനുഗ്രഹമായി വന്ന പ്രവാചകൻ തിരുമേനിയുടെ പ്രായോഗികമായ ഇസ്ലാമിക അധ്യാപനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, നിലവിലുള്ള വിഭവങ്ങളുടെ പുനർവിതരണം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ്. രണ്ടാമത്തേത്, ഉള്ള റിസോഴ്സ് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂമി കൃഷിയോഗ്യമാക്കിക്കൊണ്ട് കൃഷി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് നമുക്കറിയാം, ഒരാൾക്കൊരു ഓണർഷിപ്പ് കിട്ടി, ആ കിട്ടിയ ഓണർഷിപ്പ് ഒരാൾ കൃഷി ചെയ്യുന്നില്ല, അയാളുടെ ഭൂമിയിൽ ഓണർഷിപ്പ് കിട്ടിയതിന് ശേഷം അയാൾ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ 3 വർഷം ഭൂമി തരിച്ചിട്ടാൽ ആ ഉടമസ്ഥത തിരിച്ചെടുക്കുന്നതാണ്, സ്റ്റേറ്റ് തിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ ഓണർഷിപ്പ്, ലാൻഡ് ഓണർഷിപ്പ്, അത് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് ഓണർഷിപ്പ് കിട്ടുന്നു, ഉൽപ്പാദനം വർദ്ധിക്കുന്നു. വീണ്ടും ഇന്ന് നമുക്കറിയാം, നമ്മളുടെ ഒക്കെ എക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു എക്കോണമിയുടെ സ്റ്റാറ്റസ്, നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്. ചില മാർക്കറ്റ് ഉണങ്ങിക്കിടക്കുകയാണെങ്കിൽ അതൊരു അവികസിത പ്രദേശമായിരിക്കും. ചില മാർക്കറ്റിൽ നമ്മൾ പോയാൽ വളരെ സജീവമാണ്, ആളുകളുണ്ട്, കച്ചവടമുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, എല്ലാം തുറന്നിരിക്കുന്നു, എല്ലാം സജീവമാണ്. ഒരു ഗംഭീരമായ എഫക്റ്റീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മാർക്കറ്റായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, സജീവതയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റുകൾ വ്യത്യസ്ത തലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. ആ മാർക്കറ്റിന് ഒരു നിലവാരം ഉണ്ടാകും, ഒരു അപ്രോച്ച് ഉണ്ടാവും, ഒരു പോളിസി ഉണ്ടാവും. എങ്ങനെയായിരിക്കണം നമ്മുടെ മാർക്കറ്റ്? നമുക്ക് എല്ലാ മാർക്കറ്റിലും ഒരുപോലെ പോയി നമ്മൾ സാധനം വാങ്ങാറില്ല. നമുക്ക് ബൾക്കായിട്ട് സാധനം വാങ്ങാനുണ്ടെങ്കിൽ ചില ആളുകൾ ചില മാർക്കറ്റിൽ പ്രത്യേകം പോവും. അവിടെ പോയാൽ നല്ല സാധനം കിട്ടും, അവിടെ പോയാൽ ചതി ഉണ്ടാവില്ല, നമുക്ക് വിശ്വസിച്ച് വാങ്ങാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം വിശ്വാസവും അതുപോലുള്ള ആളുകളുടെ ട്രസ്റ്റ്, മാർക്കറ്റിലുള്ള ട്രസ്റ്റ്, മാർക്കറ്റിൻ്റെ രീതിശാസ്ത്രങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനയിലെ മാർക്കറ്റ് അടക്കി ഭരിച്ചിരുന്നത് ജൂതന്മാരായിരുന്നു. അവരടക്കി ഭരിച്ചു എന്ന് മാത്രമല്ല, അവർ കൃത്രിമമായി ഡിമാൻഡ് ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഔസ് ഖസ്റജ്, അവിടെയുള്ള 2 വിഭാഗത്തെ പരസ്പരം അടുപ്പിച്ചുകൊണ്ട് ആയുധ കച്ചവടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാളെയും തല്ലിക്കുന്നത് അവരാണ്, 2 കൂട്ടർക്കും ആയുധം കൊടുക്കുന്നത് അവരാണ്. അങ്ങനെ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരിങ്ങനെ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ട്, ഇന്നും ലോകത്ത് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചു, മാർക്കറ്റിൽ കൈവച്ചു. ഇങ്ങനെ വിട്ടാൽ പറ്റൂല. എന്ന് മാത്രമല്ല, ചൂഷണം അവിടെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരൻ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ കസ്റ്റമേഴ്സ് ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. യാതൊരു നെറിയും ഇല്ലാത്ത, ഒരു മാന്യതയും ഇല്ലാത്ത രൂപത്തിലുള്ള കച്ചവട തന്ത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിനെ പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ചെയ്തത്, സ്വന്തമായ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി. അവരുടെ മാർക്കറ്റ് പോയിട്ട് കയറി കളിക്കുകയല്ല ചെയ്തത്, സ്വന്തമായ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി. ആ മാർക്കറ്റിൽ വിഭവങ്ങൾ എത്തേണ്ടതുണ്ട്, അതിന് നേരത്തെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആളുകളെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു വിഭാഗം കച്ചവടത്തിലേക്ക് ഇറങ്ങി. നമുക്കറിയാം, ട്രേഡ് ആൻഡ് ബിസിനസ്, ട്രേഡാണല്ലോ ഏതൊരു സമ്പദ്ഘടനയുടെയും ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ബിസിനസ്സുകാരെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാർക്കറ്റിലേക്ക് ഇറക്കി. അങ്ങനെ ആ മാർക്കറ്റിന് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി. നമുക്കറിയാം, നമ്മൾ ഫിഖ് ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, ഈജാബ്, കബൂല്. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സാധനം വിൽക്കാൻ പറ്റുള്ളൂ. കച്ചവടത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇന്നും പല കച്ചവടത്തിലും നമ്മുടെ കയ്യിലില്ലാത്ത സാധനം നമ്മൾ വിൽക്കാറുണ്ട്, ആളുകൾ വിൽക്കാറുണ്ട്. ഉടമസ്ഥതയിലുള്ളതേ വിൽക്കാൻ പറ്റൂ. അങ്ങനെ കച്ചവടത്തിന് വ്യവസ്ഥ പഠിപ്പിച്ചു, അതിൻ്റെ മാനദണ്ഡം പഠിപ്പിച്ചു. അങ്ങനെ കച്ചവടക്കാർക്ക് സത്യസന്ധതയോടുകൂടി കച്ചവടം ചെയ്യാനുള്ള പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് നല്ല കച്ചവടക്കാർക്ക് ഏറ്റവും നല്ല ഓഫർ കൊടുത്തു. അത്താജിറുൽ അമീനു സദൂഖു മഅൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ യൗമുൽ ഖിയാമ. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാർ നാളെ സ്വർഗത്തിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പമാണ് എന്ന് ഒരു
വാഗ്ദാനം നൽകി. അങ്ങനെ ഏറ്റവും സത്യസന്ധമായ രൂപത്തിലുള്ള കച്ചവടം നടത്താൻ ആവശ്യമായ സാഹചര്യം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ചു. അങ്ങനെ മാർക്കറ്റ് സ്ഥാപിച്ച് തിരുമേനി ഉറങ്ങാൻ പോയതല്ല. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് അത് വളരെ കൃത്യമായി നിരീക്ഷിച്ചു. അത് ഒബ്സർവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ കച്ചവടത്തിൽ ചെറിയൊരു കൃത്രിമം കാണിച്ചു. ആ കൃത്രിമം കാണിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി അറിഞ്ഞു. അദ്ദേഹം അവിടെ പോയി അങ്ങനെ ആ ചാക്ക് തന്നെ കൈയിട്ടു. ആ ചാക്കിൽ കൈയിട്ടപ്പോൾ ഗോതമ്പ് മുകളിൽ ഉണങ്ങിക്കിടക്കുന്ന, താഴെ നനഞ്ഞു കിടക്കുന്ന. പ്രവാചകൻ തിരുമേനി ചോദിച്ചു, എന്താണ് സഹോദരാ ഇത് തെറ്റാണല്ലോ. അദ്ദേഹം തല ചൊറിഞ്ഞുകൊണ്ട് കണ്ണ് കലങ്ങിക്കൊണ്ട് പറഞ്ഞ്, മഴ പെയ്തു ഇന്നലെ, നനഞ്ഞുപോയി, നനഞ്ഞത് ആളുകൾ വാങ്ങൂല, അപ്പം നനഞ്ഞത് കാണാതിരിക്കാൻ ഞാൻ മുകളിൽ കുറച്ച് ഉണങ്ങിയത് ഇട്ടു, രണ്ടും കൂടി കൽപ്പാക്കി ഞാൻ വിൽക്കും. പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് മുഖം ചുവന്നു, കടുപ്പിച്ചു. കടുത്ത വാക്കിൽ അദ്ദേഹം അവിടെ പറഞ്ഞു, മൻ ഖശ്ശ ഫലൈസ മിന്നി, വഞ്ചന കാണിച്ചാൽ എൻ്റെ കൂടെ സ്ഥാനല്ല. ആരാ തൻ്റെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്? മനുഷ്യൻ അനുഗ്രഹമായി അള്ളാഹു നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ തിരുമേനി തൻ്റെ അനുയായിയായ കച്ചവടക്കാരനോട് പറയാ, കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാൽ, ആളുകളെ പറ്റിച്ചാൽ എൻ്റെ കൂടെ സ്ഥാനല്ല. ഈ ജമാഅത്തിൽ നിങ്ങളില്ല, ഈ ലോകത്തും ഉണ്ടാവില്ല, നാളെ പരലോകത്തും ഉണ്ടാവില്ല. എന്താണ് കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റ്? തിരുത്താണ്. ഇങ്ങനെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി മാർക്കറ്റ് പഠിപ്പിച്ചു. ഈ രീതിശാസ്ത്രങ്ങളാണ് പിന്നീട് നമ്മൾ ഫിഖ്ഹിലൂടെ ഹദീസുകളിലൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ ഏറ്റവും മുഖ്യമായി, ഇപ്പം നമ്മൾ എക്കണോമിക്സ് ആണ് പറയുന്നത്, അതുകൊണ്ട് എക്കണോമിക്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോക്കസ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. മറ്റ് സൈക്കോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം ഫോക്കസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഫോക്കസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ മേഖലയിലും ഉണ്ട്. സാമ്പത്തിക മേഖലയിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സമ്പദ്ഘടനയിലെ വിഭവം എന്ന് പറയുന്നത് ലേബറാണല്ലോ, തൊഴിലാളികളാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് ഒരു വലിയ പ്രത്യയശാസ്ത്രം വളർന്നു വന്നത് തന്നെ തൊഴിലാളികളെ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു തത്വശാസ്ത്രം വളർന്നു വന്നിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ തൊഴിലാളി, ലേബർ, ഡിഗ്നിറ്റി ഓഫ് ലേബർ, തൊഴിലിൻ്റെ മഹത്വം. ഇപ്പോൾ തൊഴിലാളികൾ സജീവമാണെങ്കിൽ, തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്, എല്ലാവരും തൊഴിലാളികളാണ്. ഹ്യൂമൻ റിസോഴ്സ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക മനുഷ്യവിഭവം. ഈ മനുഷ്യവിഭവം ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. ഒരു മനുഷ്യവിഭവവും ഉപയോഗിക്കപ്പെടാതിരിക്കാൻ പാടില്ല. പരമാവധി അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതിൽ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും, രണ്ടാമത്തേത് തൊഴിലാളികളായിരിക്കും. ഇതിൽ തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്നത്, കർഷകർ തൊഴിലാളികളാണ്. വ്യവസായ മേഖലകളിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളാണ്. നമ്മുടെ പറമ്പുകളിൽ ജോലി ചെയ്യുന്നത്, നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത് തൊഴിലാളികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ധാരാളം പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളിക്കുള്ള സ്ഥാനം എന്താണ്? തൊഴിലാളികളോടുള്ള സമീപനം എന്താണ്? തൊഴിലാളികൾക്കുള്ള റിവാർഡ് എന്താണ്? തൊഴിലാളിക്ക് റിവാർഡ് കൊടുക്കുന്ന രൂപം എന്താണ്? ഇത് വളരെ പ്രധാനമാണ്. ഈ തൊഴിലാളികളാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. സമയത്ത് കൂലി കൊടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള കൂലി കൊടുക്കുന്നില്ല, അവരെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെ അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ, വിശ്രമിക്കാൻ സമയമില്ലാത്ത നിരന്തരമായ തൊഴിൽ ഇടങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്.
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊഴിലാളിയെ ചേർത്ത് പിടിച്ചു. തൊഴിലാളിയെ പിടിച്ച് ഉമ്മ വെക്കുകയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമാണല്ലോ. ഒരു മനുഷ്യൻ പ്രവാചകൻ തിരുമേനിയുടെ അടുത്ത് വരുന്നു, കൈപിടിക്കുന്നു. അങ്ങനെ ഹസ്തദാനം ചെയ്ത സന്ദർഭത്തിൽ കയ്യിൽ ഭയങ്കരമായ പരുപരിപ്പ് അനുഭവപ്പെടുന്നു. നമ്മൾ തഴമ്പ് എന്ന് പറയും. തിരുമേനിക്ക് തിരിയാഞ്ഞിട്ടല്ല, നമുക്ക് പാഠമാവാൻ വേണ്ടി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്തപ്പെടും. പ്രവാചകൻ തിരുമേനിയുടെ കൗലും അമലും വാക്കും പ്രവൃത്തിയും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. തിരുമേനി ചോദിച്ചു, എന്താണ് സഹോദര കയ്യിൽ? അധ്വാനത്തിൻ്റെ പാടാണ് പ്രവാചകരെ. അഭിമാനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ തിരുമേനി ആ കൈ പിടിക്കുക, ഉമ്മ വെക്കുക, ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ആളുകളോട് പറയാ, നാളെ സ്വർഗത്തിൽ പോകുന്ന കൈ കണ്ടോളൂ. ഡിഗ്നിറ്റി ഓഫ് ലേബർ, തൊഴിലാളിക്ക് തൊഴിലിൻ്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ തൊഴിലിൻ്റെ മഹത്വം നാളെ ആഖിറത്തുമായി ബന്ധപ്പെടുത്തി അതിനെ സ്വർഗത്തിലേക്കുള്ള കവാടമായി, സ്വർഗത്തിലേക്കുള്ള വഴിയായി പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് തൊഴിലിൻ്റെ മഹത്വം. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫീ സബീലില്ല, ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു യാത്രയില്ല. കുറേ സഹാബിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു മനുഷ്യനുണ്ട്, ഇങ്ങനെ വിറക് കീറിക്കൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ കൂട്ടത്തിൽ പ്രവാചകൻ തിരുമേനിയുടെ ഈ ദൗത്യ സംഘത്തിലുള്ള ഈ കൂടെയുള്ള ഒരാൾ ഒരു നിശ്വാസം, ആ മനുഷ്യൻ അയാൾ നമ്മോടൊപ്പം ഈ യാത്രാ സംഘത്തോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ അയാൾക്കും നമുക്കും നല്ലതായിരുന്നു. തിരുമേനി ഇത് കേട്ടു. അദ്ദേഹം ശ്രദ്ധിച്ചു, അടിവരട്ടു, നിന്നു, തിരിഞ്ഞു നോക്കി. ആരാ പറഞ്ഞതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാനാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അയാൾ കണ്ടില്ലേ, അയാൾ വിറക് കീറുക. നമ്മൾ വലിയൊരു ദൗത്യത്തിനുള്ള യാത്രയിലാണ്. അയാൾ ആ വിറക് കീറൽ നിർത്തിയിട്ട് നമ്മോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും പ്രവാചകൻ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുമെന്ന്. പ്രവാചകന്റെ മുഖം ചുവക്കുകയാണ് ചെയ്തത്. ആര് പറഞ്ഞു അദ്ദേഹം ഫീ സബീലിൽ അല്ല എന്ന്? എന്നിട്ട് തിരുത്തുകയാണ്, തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. ഒരാൾ തൻ്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചാൽ, ഒരാൾ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിച്ചാൽ, ഒരാൾ തൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി അധ്വാനിച്ചാൽ, തൻ്റെ കുടുംബ സുരക്ഷിതത്വത്തിന് വേണ്ടി അധ്വാനിച്ചാൽ, ഫഹുവ ഫീ സബീലില്ല, അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഏതുപോലെ നമ്മൾ ജിഹാദിന് വേണ്ടിയുള്ള യാത്രയിലാണ്. ഇതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലാർഹമായ കർമ്മമാണ് അധ്വാനം എന്ന് പഠിപ്പിച്ചു. അങ്ങനെ അധ്വാനത്തിനുള്ള പ്രോത്സാഹനം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. അതോടൊപ്പം തൊഴിൽ നൽകുന്ന ആളുകളോട്, തൊഴിൽ നൽകുന്ന ആളാണല്ലോ ഈ തൊഴിലിൻ്റെ മഹത്വം, തൊഴിലാളിയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു, ഒരാൾ മൻ യസ്സറ, ആശ്വാസം നൽകുക. ഒരാൾ തൻ്റെ തൊഴിലാളിക്ക് ഇപ്പോൾ നോമ്പ് കാലത്ത് ആശ്വാസം നൽകേണ്ടതുണ്ട്. കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ആശ്വാസം നൽകേണ്ടത്. ചൂട് കൂടുമ്പോൾ നേരത്തെ എടുത്ത പോലെയുള്ള ജോലി ചെയ്യിപ്പിക്കരുത്. കുറച്ച് ആശ്വാസം, നീ കുറച്ച് ഇരിക്ക്, ഒന്ന് വെള്ളം കുടിക്ക്, ഒന്ന് വിശ്രമിക്ക്, എന്നിട്ട് എടുക്കാം, ഒരു വാക്ക് മതി. അയാൾക്കൊരു എനർജിയാണ്. തൻ്റെ തൊഴിലാളിയോട് ഇളവോടുകൂടി, അലിവോടുകൂടി, കനിവോടുകൂടി ഒരാൾ പെരുമാറിയാൽ നാളെ പരലോകത്ത്, നാളെ മഹ്ശറിൽ അല്ലാഹു തആല അയാളോട് ഇതേ കനിവോടുകൂടി പെരുമാറുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ലോകത്തെങ്ങുമുള്ള മുതലാളിമാരോട് തൻ്റെ തൊഴിലാളിയോടുള്ള സമീപനം എന്ത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സമ്പദ്ഘടനയിൽ തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ട്. ഒരാളെ അവഗണിച്ചുകൊണ്ട് മറ്റൊരാളെ വളർത്തുക എന്നുള്ളതല്ല, പാർഷ്യലല്ല. തൊഴിലാളിക്കും മുതലാളിക്കും ഒരേ സന്ദർഭത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ വേജ്, നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ ആണല്ലോ വേജ്, കൂലി. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തിയറികളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ, ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് വളരെ
റീസെൻറ്റ് ഡെവലപ്ഡ് ഒരു ഇതാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ്. കെയ്നീഷ്യൻ എക്കണോമിക്സ് 1936 വന്നിട്ടുള്ളത്. അതിനുശേഷം കെയ്നീഷ്യൻ എക്കണോമിക്സിൽ തന്നെ ധാരാളം അവാന്തര റിവൈവൽ ഉണ്ടായി. അങ്ങനെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ്. ഈ കെയ്നീഷ്യൻ എക്കണോമിക്സും അതുപോലെ ക്ലാസിക്കൽ എക്കണോമിക്സും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വിവാദമാണ് വേജ് ഫ്ലെക്സിബിൾ ആണോ ഫിക്സ്ഡ് ആണോ എന്നത്. അതിൽ വേജ് ഫിക്സ്ഡ് ആണ് എന്നാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ്റ്റ് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സ്റ്റുകൾ ഇത് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടിയാൽ കൂലി കുറയും. അങ്ങനെ കൂലി കുറഞ്ഞ് പിന്നെ ഇക്വിലിബ്രിയം, ലേബർ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. അങ്ങനെ ഇന്ന് കിട്ടിയ കൂലി നാളെ കിട്ടാതെക്കുക. എന്താ കിട്ടാതെക്കാൻ കാരണം? അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ വിദ്യാർത്ഥികൾ അധ്യാപകനാവാനുള്ള ക്വാളിഫിക്കേഷനോടുകൂടി നാളെ വരുന്നതോടുകൂടി അവരെ കൂടി അബ്സോർവ് ചെയ്യാൻ വേണ്ടി എൻ്റെ ശമ്പളം കുറക്കുക. അതൊരു സാധ്യതയുള്ള സംഗതി അല്ലല്ലോ, അത് യുക്തിസഹമല്ലല്ലോ. പക്ഷെ അതാണ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്റ്റുകൾ ഇന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കെയ്നീഷ്യൻ എക്കണോമിക്സ്റ്റ് സ്റ്റിക്കി റിജിഡ് വേജ് സ്റ്റിക്കാണ് എന്ന് പറയുന്നു. അത് കുറക്കാൻ പാടില്ല. അത് ഡൗൺവേർഡ് സ്റ്റിക്കിനെസ് എന്ന് പറയുന്നു, ഡൗൺവേർഡ് റിജിഡിറ്റി. ഒരിക്കലും കൂലി കുറയാൻ പാടില്ല. അതിന് പുതിയ പുതിയ തിയറികൾ അവരുണ്ടാക്കി. അതിൽ ഏറ്റവും സുന്ദരമായ ഒരു തിയറിയാണ് എഫിഷ്യൻസി വേജ് ഹൈപ്പോത്തിസിസ്. ഒരു വേജ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്കറ്റ് ക്ലിയറിംഗ് വേജിനേക്കാൾ കൂടുതൽ വേജ് കൊടുക്കുക. അങ്ങനെ വേജ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്. ഒരു ഓണ്ടർപ്രണർ, അയാൾ കൂലി കൂടുതൽ കൊടുക്കുന്നു, ആ കമ്പനി ലാഭത്തിലാവുമോ നഷ്ടത്തിലാവുമോ? കുട്ടികൾ പറയും നഷ്ടത്തിലാവും, കാരണം കൂടുതൽ കൂലി കൊടുക്കുകയാണല്ലോ. അല്ല, ആ കമ്പനി ലാഭത്തിലായിരിക്കും. എന്താ കാരണം? ഇവരുടെ ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡാണ് അവിടെ നടക്കുന്നത്. മുതലാളി കൂടുതൽ കൂലി നമുക്ക് തരുന്നുണ്ട്, മുതലാളിക്ക് നമ്മോട് ഇഷ്ടമാണ്. അപ്പം നമ്മളും എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ തൊഴിലാളിയുടെ എഫിഷ്യൻസി വർദ്ധിക്കുകയാണ്, അയാളുടെ ഡെഡിക്കേഷൻ വർദ്ധിക്കുകയാണ്. അങ്ങനെ കൂടുതൽ നല്ല വർക്ക് നോംസ്, ഗ്രൂപ്പ് വർക്ക് നോംസ് എന്ന് പറയും, ആളുകളുടെ വർക്ക് ചെയ്യാനുള്ള ആ ഗ്രൂപ്പ് നോംസ് അത് ശക്തിപ്പെടുകയും കൂടുതൽ വർക്ക് ചെയ്യുകയും ആ സ്കൂളാണെങ്കിലും ആ കമ്പനി ആണെങ്കിലും കൂടുതൽ ലാഭത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, കൂലി കൊടുക്കണം, കൂടുതൽ കൂലി കൊടുക്കണം, അവർക്ക് എക്സ്ട്രാ ആശ്വാസങ്ങൾ നൽകണം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. എത്രയെങ്ങാനും തൊഴിലാളി തത്വസംഹിതകൾ, തത്വശാസ്ത്രങ്ങൾ നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലുള്ള തൊഴിൽ അനുകൂല നിയമങ്ങൾ നമുക്ക് വേറെ കാണാൻ സാധിക്കുമോ? അപ്പോൾ തൊഴിലാളിയെ പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്തു. വീണ്ടും ഇപ്പം നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ ഒരു തെറ്റായ കാഴ്ചപ്പാടുണ്ട്. സമ്പത്ത് അത് നല്ലതാണോ മോശമാണോ? അപ്പോൾ സമ്പാദിക്കുന്നതിനെ അത് മോശമായി പറയുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ തെറ്റായി കോട്ട് ചെയ്യാറുണ്ട്. ഈ സൂചിയുടെ ആ ദ്വാരത്തിലൂടെ ഒട്ടകം കടക്കുമ്പോൾ മാത്രമേ ഒരു മുതലാളിക്ക്, സമ്പന്നന് സ്വർഗത്തിൽ പോകാൻ സാധിക്കൂ എന്ന് ഒക്കെ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സമ്പത്തുള്ള ആളുകൾ സ്വർഗം കൊണ്ടുപോകുന്നു എന്ന ആവലാദികളായിരുന്നു പ്രവാചകൻ തിരുമേനിയുടെ അനുയായികൾക്ക്, സഹാബിമാർക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കൽ കുറച്ച് സഹാബിമാർ വന്ന് പ്രവാചകൻ തിരുമേനി അടുത്തുനിന്ന് കരയാ. അപ്പം ഓരോ യുദ്ധം നടക്കുന്ന സമയത്തും നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും മത്സരിച്ച് ചെലവഴിക്കുക. ആ സംഭവമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഉമർ ഖത്താബ് വന്നു, എന്താ വീട്ടിലുള്ളത്? പകുതി അവിടെ ഉണ്ട്, പകുതി അങ്ങോട്ട് കൊണ്ടുവന്നു. ഇത്തവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തണമെന്നാണ് ഉമർ ഖത്താബ് വിചാരിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിച്ചു, എന്താ വീട്ടിൽ ബാക്കിയുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും റസൂലും അവിടെ ഉണ്ട്, ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ ഖത്താബ് തീരുമാനിച്ചു, ഈ അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവർ മത്സരിക്കുക കൊടുക്കാൻ. ഇതൊന്നും കൊടുക്കാൻ കഴിയാതെ ഒന്നുമില്ലാത്ത ആളുകൾ കരയാണ്. അങ്ങനെ അവരൊരു സന്ദർഭത്തിൽ, മുതലാളിമാരൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുത്ത് നിന്ന് കംപ്ലൈൻറ്റ് പറയാ. എന്താ പറയുന്ന കംപ്ലൈൻറ്റ്? സ്വർഗമൊക്കെ മുതലാളിമാർ കൊണ്ടുപോകുന്നു. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവരല്ലേ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത്, അവരല്ലേ ആളുകളെ സഹായിക്കുന്നത്, അവരല്ലേ എന്തിനും മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യമാണ് അവര് സ്വർഗം പൈസ കൊടുത്ത് കൊണ്ടുപോവാണ്, ഞങ്ങൾക്കില്ലല്ലോ.
ഈ കുറ്റബോധവും നഷ്ടബോധവുമാണ് അവരുടെ മനസ്സിലുള്ളത്. പ്രവാചകൻ തിരുമേനി അവരെയും ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്കും സ്വർഗമുണ്ട്. അവരോട് ദിക്ർ ചെല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്ന് കരുതി എന്നും അങ്ങനെ തന്നെ ഇരിക്കാനല്ല പഠിപ്പിച്ചത്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകൾക്ക് ഒന്നുമില്ലാത്തവർ കൈനീട്ടുന്ന ഒരു പ്രവണത അന്നുണ്ട്. എങ്ങനെങ്കിലും ടു ഗെറ്റ് എന്തെങ്കിലും ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ മനഃശാസ്ത്രം പ്രവാചകൻ തിരുമേനിയുടെ സഹാബിമാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പള്ളിയിൽ ഇങ്ങനെ വളരെ പാവപ്പെട്ട ആളായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അയാൾ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും സഹായിക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാചകൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ദാനം സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നെയ്യത്ത് കെട്ടി നിൽക്കുന്നത് ശരിയല്ല എന്ന് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി ആ മനുഷ്യനെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഭക്ഷണമല്ല, വീട്ടിൽ കുട്ടികൾ പട്ടിണിയാണ്. അപ്പോൾ വീട്ടിൽ എന്താ ഉള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞു, വീട്ടിലൊന്നുമില്ല. എന്നാലും ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, ഞങ്ങൾ കിടക്കുന്ന ഒരു വിരിപ്പുണ്ട്, അത് കൊണ്ടുപോവാ. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് അയാൾ പുതപ്പുമായിട്ട് വന്നു. അടുത്ത നമസ്കാര സമയമായപ്പോൾ ആളുകളൊക്കെ കൂടി. അവരോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സഹോദരനിൽ നിന്ന് ഈ പുതപ്പ് വില കൊടുത്ത് വാങ്ങാൻ ആരാണ് തയ്യാറുള്ളത്? അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. കാരണം കീറിയ പുതപ്പാണ്, ഒരു സാധുവിൻ്റെ പുതപ്പാണ്. ആരും പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. പക്ഷെ പ്രവാചകൻ തിരുമേനി വിടുന്നില്ല, ചോദ്യം ആവർത്തിക്കുക. വിടൂല എന്ന് കണ്ടപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഞാൻ വാങ്ങിക്കോളാം. തിരുമേനിക്ക് സന്തോഷമായി. എത്ര വില കൊടുക്കും? അയാൾ 1 ദിർഹം പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല. 1 ദിർഹത്തിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറുള്ളത് ആരാണ്? തിരുമേനി ചോദിച്ചു. അപ്പോൾ മറ്റൊരു സഹാബി പറഞ്ഞു, ഞാൻ വാങ്ങിക്കോളാം, ഞാൻ 2 ദിർഹം കൊടുക്കുക. സന്തോഷമായി. കച്ചവടം ഉറപ്പിച്ച് പുതപ്പ് കൊടുത്തു, 2 ദിർഹം വാങ്ങി. ഈ മനുഷ്യന് 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞ് മാർക്കറ്റ് പോവുക. 1 ദിർഹത്തിന് ഭക്ഷണം വാങ്ങുക, വീട്ടിൽ കുട്ടിയെ കൊണ്ട് കൊടുക്കുക. 1 ദിർഹത്തിന് ഒരു മഴു വാങ്ങുക, ഇങ്ങോട്ട് വരിക. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊടുത്തു, മഴു വാങ്ങി പള്ളിയിലേക്ക് വന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴു എടുത്ത് അതിനൊരു താഴിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് പറഞ്ഞ്, 2 ആഴ്ചക്ക് ഇനി ഇവിടെ കാണാൻ പാടില്ല. നീ പോയി വിറക് വെട്ടണം, അധ്വാനിക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷം, കയ്യിൽ ധാരാളം പൈസ ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, മാർക്കറ്റ് പോവുക, എന്നിട്ട് പുതപ്പ് വാങ്ങുക. പണ്ട് വിറ്റൊരു പുതപ്പുണ്ടല്ലോ, പുതിയ പുതപ്പ് വാങ്ങുക, ഭക്ഷണം വാങ്ങുക. അത് വാങ്ങി അദ്ദേഹം. എന്നിട്ടും കയ്യിൽ പൈസ മിച്ചമാണ്. എന്നിട്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്, അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി മനുഷ്യകുലത്തെ പഠിപ്പിച്ചു, ഇതാണ് നല്ലത്. കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് ദാനം വാങ്ങുന്ന, ഇരന്ന് വാങ്ങുന്ന പണത്തേക്കാൾ ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് തരം ഇസ്ലാമാണ്, ഏത് തരം ജീവിത മാതൃകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ രൂപത്തിൽ ഇസ്ലാമിക ജീവിത ദർശനത്തെ ഒരു എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൽ വിശകലനം ചെയ്യുക എന്നതാണ് നാം ശ്രമിക്കുന്നത്. ഈ ഒരു അക്കാദമിക് ഇൻ്റർ കോഴ്സിനാണ് ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രവാചകൻ തിരുമേനിയുടെ സാമ്പത്തികമായ ഇടപെടലുകളെ സംബന്ധിച്ചാണ്. ഞാനിന്ന് നേരത്തെ പറഞ്ഞ സമ്പത്തിനോടുള്ള പ്രവാചകൻ തിരുമേനിയുടെ സമീപനത്തെ സംബന്ധിച്ച് ചില സുഹൃത്തുക്കൾ ഞാൻ അഭിപ്രായം പറയുകയുണ്ടായി. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു പ്രവാചക വചനമുണ്ട്, നിഅമൽ മാലു സ്വാലിഹ് ഫീ യദി സ്വാലിഹ്. നല്ല ആളുടെ കയ്യിലുള്ള നല്ല ധനം എത്ര അനുഗ്രഹീതമാണ്. നിഅമൽ മാലു സ്വാലിഹ്, മാല് സാലിഹ് ആവണം. ഫി യദി സ്വാലിഹ്, സ്വാലിഹായ ആളുടെ കയ്യിലുള്ള. അപ്പോൾ സമ്പാദ്യം അത് ഹലാലാണെങ്കിൽ അത് ചെലവഴിക്കുന്ന ആൾ ഹലാലായ രൂപത്തിലാണ് അത് ചെലവഴിക്കുന്നത്. അതാണല്ലോ സ്വാലിഹ് എന്ന് പറയുന്നത്. എത്ര അനുഗ്രഹീതമാണ് ഈ നിഅമ എന്നത്. പ്രചോദിപ്പിക്കാൻ വേണ്ടി ആളുകളെ ആ മാർഗത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവാചകൻ തിരുമേനി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിഅമൽ മാലു സ്വാലിഹ് ഫീ യദി സ്വാലിഹ്. ഇതുപോലെ ഒട്ടനവധി
അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു നിലക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ സമ്പാദ്യത്തിനുള്ള ലിമിറ്റ് എത്രയാണ്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സിനൊക്കെ ഈ സ്ലാബ് ഉണ്ടല്ലോ, ഓരോ ഇത്ര. അപ്പോൾ ടോപ്പ് ശമ്പളം എത്രയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ സമ്പാദ്യത്തിനുള്ള പരിധി എത്ര? ഇതിലധികം സമ്പാദിച്ചാൽ അത് പാടില്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന് ഹലാലാവണം, രണ്ടാമത്തത് അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. അപ്പോൾ ഈ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഹലാലായ രൂപത്തിൽ എത്ര സമ്പാദിച്ചാലും അത് അനുഗ്രഹീതമാണ്. കാരണം അൽ ഖവി, അതുപോലെ ഇസ്സത്ത്, എന്താ പറയുക, പ്രതാപമുള്ള ഒരു ജനവിഭാഗമായി, ശക്തരായ ജനവിഭാഗമായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് പൈസ വേണം. ആ പണമുണ്ടാക്കാൻ പ്രചോദിപ്പിക്കുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇപ്പോൾ സൂറ മുനാഫിഖൂനിൽ പറയുന്നുണ്ടല്ലോ, ലാ തുംഫിഖൂ വലാ മൻ ഇൻദ റസൂലില്ല, നിങ്ങൾ പ്രവാചകരോടൊപ്പമുള്ള ആൾക്ക് നിങ്ങൾ ചെലവഴിക്കരുത്, ഓല പീടിയ നിങ്ങൾ വാങ്ങരുത്, ഓല സാമ്പത്തികമായി നിങ്ങൾ ഞെരുക്കണം. ഇത് അന്നുള്ള നിലപാടാണ്, ഇന്നുള്ള നിലപാടാണ്. ഇന്ന് ബുൾഡോസർ വെച്ച് നശിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറുപടി എന്താ കൊടുത്തത്? വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവ് അള്ളാന്റെ കയ്യിലാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, പ്രതാപം, ഐശ്വര്യം അത് അള്ളാഹുവിനും പ്രവാചകർക്കും സത്യവിശ്വാസികൾക്കുമുള്ളതാണ്. ഈ പ്രതാപത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന്, അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് അത് സമ്പത്താണ്. അപ്പം ആ സാമ്പത്തികമായ ആ വിശാലതയും വളർച്ചയും ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്താൻ ആവശ്യമായ സംവിധാനങ്ങളാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്കൊക്കെ റിട്ടയർമെൻ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ സർക്കാർ സർവീസിൽ നമ്മൾ കയറിയാൽ നമുക്ക് റിട്ടയർമെൻ്റ് ഉണ്ട്. റിട്ടയർമെൻറ്റോടുകൂടി എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന, പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്കൊക്കെ ആവുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ റിട്ടയർമെൻറ്റ് ഇസ്ലാം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടില്ല. നമ്മളുടെ റിട്ടയർമെൻറ്റ് എപ്പോഴാണ്? ഏത് പ്രായം മുതലാണ് നിങ്ങൾ ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്? ഏത് പ്രായം മുതലാണ് നിങ്ങൾ ഇനി ഖുത്ബ നിർവഹിക്കേണ്ടതില്ല എന്ന് പറയുന്നത്? ഇമാമ് നിൽക്കാൻ പാടില്ലാത്ത, ഖുത്ബ നിർവഹിക്കാൻ പാടില്ലാത്ത, അധ്യാപനം ചെയ്യാൻ പാടില്ലാത്ത പ്രായം ഏതാ? അത് നിർവഹിച്ചു കൊണ്ടിരിക്കെ മരണപ്പെടുക എന്നതാണ് സത്യവിശ്വാസിയുടെ അടയാളം എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വിശ്വാസിയുടെ നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുക എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ആ മലക്കുൽ മൗത്ത് വരുന്ന ആ നിമിഷം വരെ അയാൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അധ്വാനം എന്നത് സാമ്പത്തിക വികാസത്തിൻ്റെയും വളർച്ചയുടെയും മാനദണ്ഡമാണ്. ഈ ആളുകൾ മുഴുവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കണമെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിലക്കാണ് വിസ്ഡം ഓഫ് പ്രോഫറ്റ്, എക്കണോമിക് വിസ്ഡം ഓഫ് പ്രോഫറ്റ് എന്ന ഒരു ടൈറ്റിൽ നിന്നുകൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ സുപരിചിതനായ, നമ്മളുടെയൊക്കെ അഭിമാനമായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അമർത്യ സെൻ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി സിദ്ധാന്തങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പോവർട്ടി പ്ലാനിങ് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലൂടെ എങ്ങനെയാണ് പോവർട്ടി ഉണ്ടായിട്ടുള്ളത്, ദാരിദ്ര്യം ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്, അത് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നുണ്ട്. അമർത്യ സെൻ മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റിൽ നല്ലൊരു ഭാഗം അത് ഇസ്ലാമിക് സാമ്പത്തിക ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം 2 സർക്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു എൻ സർക്യൂട്ട് ആൻഡ് ഡബ്ല്യു സർക്യൂട്ട്. എൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നീഡ് ബേസ്ഡ് എക്കോണമിയാണ്. അദ്ദേഹം പ്രാചീന കാലത്തെ ഇന്ത്യൻ വില്ലേജ് എക്കോണമിയുടെ ഉദാഹരണം ആ പുസ്തകത്തിൽ എടുത്ത് പറയുന്നു. ഇന്ത്യൻ വില്ലേജ് എക്കോണമി, ആ പൗരാണിക കാലഘട്ടത്തിൽ ഗ്രാമങ്ങളാണല്ലോ, വില്ലേജ് എക്കോണമിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ വില്ലേജ് എക്കോണമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റാണ്. അവിടെ ആവശ്യമായ എല്ലാ വസ്തുക്കളും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിനൊരു ഗ്രാമമുഖ്യനുണ്ടാവും.
അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കഴിക്കൂല, അയാൾക്കൊരു സർപ്ലസ് ഉണ്ടാവും. ഈ സർപ്ലസ് മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കും. അങ്ങനെ ഇല്ലാത്തവനിലേക്കും, നേരത്തെ പറഞ്ഞ റീഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ സക്കാത്ത് സദക്ക ഒക്കെ രൂപത്തിൽ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഇതെത്തും. ഇപ്പം നമ്മളുടെ തന്നെ ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാലോ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. അത് ആ പഴയ വില്ലേജ് എക്കോണമിയുടെ ഒരു അവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ സർപ്ലസ്, മിച്ചം, ഒരാൾ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇതിനാണ് എൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ കാലം മാറി, ടെക്നോളജി മാറി, കാഴ്ചപ്പാട് മാറി. ഈ സർപ്ലസ് ഇപ്പോൾ നമുക്കിപ്പോൾ 10 റുപ്യ മിച്ചം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഏത് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അതിന് നമ്മെ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്കീമുകൾ നമ്മെ പരിചയപ്പെടുത്താൻ വേണ്ടി ആളുകൾ വരും. എപ്പോഴൊക്കെ നമ്മൾ ഒരു മിച്ചം, സർപ്ലസ് ഉണ്ടായോ അത് വീണ്ടും ഉണ്ടാക്കാനുള്ള, വീണ്ടും ലാഭം ഉണ്ടാക്കാനുള്ള ക്യാപിറ്റലാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിൽ, ഇതിന് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇത് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതിനെ വാണ്ട് ബേസ്ഡ് എക്കോണമി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വാണ്ട്സിൻ്റെ പ്രത്യേകത എന്താ? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഒരിക്കലും അതിന് പരിധിയില്ല. അങ്ങനെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു 1000 റുപ്യ ഡെപ്പോസിറ്റ് ചെയ്തു, തൃപ്തിയാവുമോ? 10,000 ആയി, തൃപ്തിയാവുമോ? 1,00,000 ആയി, ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കൂടിക്കൂടി ഒരിക്കൽ പോലും അതിൽ നിന്നുള്ള സർപ്ലസ് എങ്ങോട്ട് പോകുന്നില്ല? നീഡ് ബേസ്ഡ്, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക്, ഷെയർ ചെയ്യുന്നിടത്തേക്ക് അത് പോകുന്നില്ല. അപ്പോൾ എൻ സർക്യൂട്ടിൽ നിന്ന് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലൂടെ എങ്ങോട്ടേക്ക് മാറി? W സർക്യൂട്ടിലേക്ക് മാറി. അങ്ങനെ ഉള്ളവരൊക്കെ അത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഇവർക്ക് തൊഴിലാളികൾ വേണം. ആ തൊഴിലാളികളാണ് ഇവർ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു വിഭാഗം തൊഴിലാളികൾ, ദാരിദ്ര്യവും പട്ടിണിയൊക്കെ അവിടെ ഉണ്ടായി. ഈ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ദാരിദ്ര്യം ഉണ്ടായത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. ഈ നീഡ് ബേസ്ഡ് എക്കോണമി, അതിൻ്റെ ഈ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടത് 928 ഒക്കെ ഉണ്ടായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ്റെയും അതുപോലെ ബംഗാൾ ഫാമിൻ, ബംഗാളിലുണ്ടായ അതിശക്തമായ പട്ടിണിയും പട്ടിണി മരണവും ഒക്കെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ് ഈ പട്ടിണി മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പഠിച്ചു, അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല അതാണ്. എന്തുകൊണ്ട് ബംഗാളിലെ ആളുകൾ പട്ടിണി കൊണ്ട് മരണപ്പെട്ടു? അദ്ദേഹം കണ്ടെത്തി അവിടെ ഷോർട്ടേജ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നില്ല. ഉൽപാദനം നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇറക്കുമതിയും ഉണ്ടായിട്ടുണ്ട്. ഇറക്കുമതി ഉണ്ടായി, ഉൽപാദനം ഉണ്ടായി, എന്നിട്ടും ആളുകൾക്ക് ഭക്ഷണം കിട്ടില്ല. അങ്ങനെ ഹങ്കർ മാർച്ച്, പട്ടിണി മാർച്ചുകൾ ഉണ്ടായി. ആ പട്ടിണി മാർച്ച് കഴിയുമ്പോഴേക്ക് ആളുകൾ മരിച്ചു വീണു എന്നാണ് പറയുന്നത് കൽക്കട്ട തെരുവുകളിൽ. എന്തുകൊണ്ട് ഇതുണ്ടായി? അപ്പോൾ അദ്ദേഹം അതിന് പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, എൻറ്റൈറ്റിൽമെൻറ്റ് അപ്രോച്ച്. ഭക്ഷണം ഉണ്ട്, വാങ്ങാനുള്ള ആളുടെ കയ്യിൽ പൈസ അല്ല. ഒന്ന്, ആളുടെ കയ്യിൽ പൈസ അല്ല. രണ്ടാമത്, പൂഴ്ത്തിവെപ്പ് നടന്നതുകൊണ്ട് അതിഭീകരമായി വില വർദ്ധിച്ചു. അങ്ങനെ ആളുകൾക്ക് ഇത് വാങ്ങി പട്ടിണി അകറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരെ സുന്ദരമായ ഒരു തത്വശാസ്ത്രം അദ്ദേഹം സമർപ്പിച്ചു. അങ്ങനെ വെൽഫെയർ എക്കണോമിക്, ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ ആ തലത്തിലാണുള്ളത്. അപ്പോൾ അമർത്യ സെന്നിൻ്റെ പല കൺസെപ്റ്റുകളും നമുക്ക് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകളുമായി താതാത്മ്യം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. എംഫസിസ് ഓൺ ഹ്യൂമൻ വെൽബീയിങ്, ഫോക്കസ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, ക്രിട്ടിക് ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കുക, പരമാവധി യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കുക. ഈ ബൗദ്ധിക സ്വാർത്ഥ കൺസെപ്റ്റാണല്ലോ അത്. അതിൻ്റെ ക്രിട്ടിക്കാണ് അദ്ദേഹം. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി, ഉൽപാദനത്തിലും വിതരണത്തിലും ഒക്കെ മൊറാലിറ്റി ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സപ്പോർട്ട് ഫോർ പബ്ലിക് ഗുഡ്സ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. നമ്മൾ ഒറ്റക്ക് എൻ്റെ കാര്യം നോക്കിപ്പോയാൽ ഇവിടെ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. കളക്റ്റീവ് ആക്ഷൻ ആവശ്യമാണ്. അതുപോലെ നിയോ ലിബറലിസത്തെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ അതിനാവശ്യമായ ഫോക്കസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്.
നമ്മളുടെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇസ്ലാമിക് കൺസെപ്റ്റുമായി താതാത്മ്യം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഈ രൂപത്തിൽ എടുത്തു പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളും ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു എക്കണോമിക്സ്റ്റാണ് എലിനോർ ഓസ്റ്റോം. എക്കണോമിക്സിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയ സ്ത്രീയാണ്. 2009 അവർക്ക് നോബൽ പ്രൈസ് കിട്ടി. അവരുടെ കൺസെപ്റ്റും സമാനമാണ്. ഈ പബ്ലിക് ആക്ഷൻ, മുകളിൽ നിന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് നയങ്ങൾ നടപ്പിലാക്കിയുള്ള പോളിസികളെ അവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾക്ക് വിട്ടുകൊടുക്കുക, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ഗ്രാമീണ തലത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മകളിലൂടെ ഇത് ഫോം ചെയ്യപ്പെടുകയും ആ നിലക്ക് റിസോഴ്സ് മൊബിലൈസേഷൻ നടക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൺസെപ്റ്റുകളും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസുമായിട്ട് യോജിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ, ഇക്വിറ്റി ആൻഡ് ഫെയർനെസ്, സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവൺനൻസ്, സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് ട്രസ്റ്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ജസ്റ്റിസ്. ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാവണം, അത് ആളുകൾക്ക് ബോധ്യമാവണം. ഇതൊന്നും ഇന്ന് പറയാൻ പറ്റാത്ത, അതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവന് ലോകം തിരിയാത്തവനാണ് എന്ന് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പുതിയ കാലഘട്ടത്തിലെ എക്കണോമിസ്റ്റുകൾ, ഇതുപോലെ ധാരാളം എക്കണോമിസ്റ്റുകളുടെ പല തിയറികളും ഇസ്ലാമിക് മൂല്യങ്ങളുമായി യോജിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എക്കണോമിക് വിസ്ഡം ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇസ്ലാമിക് എക്കണോമിക്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, എക്കണോമിക്സ് എന്താണ്? മനുഷ്യരുടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പഠന മേഖലയാണ്. ഉൽപാദനം, വിതരണം, അധ്വാനം, അങ്ങനെ എന്തൊക്കെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ അതൊക്കെ എക്കണോമിക്സിൻ്റെ പെർവ്യൂവിൽ വരും. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഉണ്ട്, എക്കണോമിക്സിൻ്റെ പല വകഭേദങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേരുന്ന മനുഷ്യൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഠന മേഖലയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക മേഖലകളെ ഡിവൈൻ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ, ആ പേഴ്സ്പെക്റ്റീവിൽ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഠന ശാസ്ത്രമാണ് ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശരിയ കംപ്ലൈൻറ്റ് എന്ന് പറയും. ശരീഅത്തിന് യോജിച്ച രൂപത്തിൽ. ഇപ്പോൾ മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഇന്നത് പറ്റുമോ പറ്റൂലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുന്നതാ ശരിയ കംപ്ലൈൻറ്റ് ഷെയർസ്, ശരിയ പ്രിൻസിപ്പിളിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഇതുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ശരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഈ രൂപത്തിലുള്ള നിയമവ്യവസ്ഥയാണ് ശരിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ സ്റ്റഡി മീറ്റിൽ നമ്മൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റിസ് ഉണ്ട്, മൊറാലിറ്റി ഉണ്ട്, എത്തിക്സ് ഉണ്ട്. ഇതെല്ലാം ഉൾച്ചേർന്നു കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എക്കണോമിക്സ് മാത്രം, ഇത് മാത്രം, ഇപ്പോൾ ഞാൻ മൈക്രോ എക്കണോമിക്സ് ആണ്, ഞാൻ മൈക്രോ എക്കണോമിക്സിൽ എക്സ്പേർട്ടാണ്, ഞാനത് മാത്രമേ പഠിക്കുള്ളൂ, എനിക്കത് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ ജീവിത പദ്ധതിയാണ്, അതിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ എക്കണോമിക്സിലൊരു ഭാഗമാണ് കച്ചവടം, ആ എക്കണോമിക്സിലൊരു ഭാഗമാണ് അധ്വാനം, തൊഴിലാളി, ഓണ്ടർപ്രണർഷിപ്പ്, എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിലൂടെ അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും? ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, സംതൃപ്തരായ, മുഴുവൻ ആളുകളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലഘട്ടം. സൗന്ദര്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മളത് പറയുന്നുണ്ടല്ലോ. ഉമർ ഖത്താബിൻ്റെ സന്ദർഭത്തിലാണ് തിരിച്ചു കൊണ്ടുവരികയാണ്. ഒരു ഗവർണർ അവരുടെ ഭാഗത്ത് തൗഖുദു മിൻ അഗ്നിയായിഹിം വ തുറദ്ദു ഇലാ ഫുഖറായിഹിം എന്നാണ്. ഓരോ ഗവർണർമാർക്കുള്ള നിർദ്ദേശം എന്താ? അവരവരുടെ പ്രദേശത്ത് അവിടെ നിന്ന് സക്കാത്ത് സംഭരിച്ച് വ തുറദ്ദു ഇലാ ഫുഖറായിഹിം,
അവിടെയുള്ള ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തു. മിച്ചമുള്ളത് ബൈത്തുൽമാലിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഖലീഫ സ്വീകരിച്ചില്ല. നിങ്ങൾ തിരിച്ചു പോവുക, അത് അവിടെ തന്നെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗവർണർ പറഞ്ഞു, അവിടെ അല്ല, ഇനി ആവശ്യക്കാരില്ല, യു ഗോ ആൻഡ് റീസെർച്ച് പോ. എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി നോക്ക്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എവിടെങ്കിലും പെട്ട് കിടക്കുന്നത്. അങ്ങനെ പോയി. അങ്ങനെ കുറച്ചാൾ കിട്ടി. വീണ്ടും വന്നു. രണ്ടാമതും തിരിച്ചയച്ചു. മൂന്നാമത്തെ തവണയും കൊണ്ടുവന്നപ്പോഴാണ് എന്നാൽ ഇനി പൊതുഖജനാവിലേക്ക് ലയിപ്പിച്ചോ. അപ്പോൾ ഇത് വാങ്ങാൻ അർഹരായ ആളില്ലാത്ത വിധം സ്വയം പര്യാപ്തരായ ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. അതിന് സക്കാത്ത് ഒരു ഉപകരണമാണ്. അതും ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഒരു പേർവ്യൂവിൽ വരുന്നതാണ്. സക്കാത്ത് മാത്രമല്ല, വഫി അംവാലിഹിം ഹഖ്ഖുൻ സിവ സക്കാത്ത്, സക്കാത്ത് അല്ലാത്ത ബാധ്യതകളും ഉണ്ട്. അപ്പോൾ സക്കാത്ത് അല്ലാത്ത ബാധ്യതകളും നമുക്കുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഹദീസാണ്. ഒരു പ്രദേശത്ത് ഒരു കുട്ടി രാത്രി വിശന്നുറങ്ങേണ്ടി വന്നു. ആ കുട്ടിക്ക് ആരും ഭക്ഷണം കൊടുത്തില്ല. അപ്പോൾ ഒരു നാട്ടിൽ വിശപ്പുണ്ടെങ്കിൽ, കഷ്ടപ്പാടുണ്ടെങ്കിൽ, പട്ടിണി ഉണ്ടെങ്കിൽ ഉലിൽ കുർബ, അടുത്ത ബന്ധുക്കൾക്കാണ് പ്രഥമ ബാധ്യത. പിന്നെ അയൽവാസികൾക്കാണ് ബാധ്യത, ആ നാട്ടുകാർക്കാണ് ബാധ്യത, പിന്നെ ഭരണകൂടത്തിനാണ് ബാധ്യത. ഇതിൽ ആരെങ്കിലും ആ പ്രശ്നം പരിഹരിച്ചിരിക്കണം. ഇവരാരും അത് പരിഹരിക്കാതെ ഈ കുട്ടി വിശന്നുറങ്ങേണ്ടി വന്നാൽ അവസ്ഥ മാറും. നമ്മൾ ഫർള് കിഫ എന്ന് പറയല്ലോ, ആരെങ്കിലും അത് ചെയ്തിരിക്കണം. ഇപ്പോൾ ദരിദ്ര കുടുംബങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ദരിദ്രരായിരിക്കും. അപ്പാണ് അയൽവാസികളിലേക്കും നാട്ടുകാരിലേക്കും അത് എത്തുന്നത്. ചിലപ്പോൾ ചില നാട്ടുകാർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ഏറ്റവും അവസാനം അന വലിയുമല്ല വലിയ, രക്ഷാധികാരില്ലാത്ത ആളുടെ രക്ഷാധികാരി ഞാനാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പോലെ ആ ഭരണകൂടത്തിന് ആ ബാധ്യത ഉണ്ട്. ഭരണകൂടം ആ ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. ആരും അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആ നാട്ടുകാരുടെ സംരക്ഷണ ചുമതലയിൽ നിന്ന് അല്ലാഹു തആല ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യരുടെ സാമ്പത്തിക വിഷയങ്ങൾ മുഴുവൻ ചേർന്ന് നിൽക്കുന്ന ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ ഡിവൈൻ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്യുന്ന പഠനശാസ്ത്രത്തിനാണ് നമ്മൾ ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ? ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റത്തെ 4 ഇതാക്കിയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന് അതിൻ്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. 2 ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് ആണ്. 3 ഗോൾസ്. 4-മത്തേത് പ്ലാൻസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ്, ഗോൾസ്, താഴെ പ്ലാൻസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഇത് എന്ത് എന്ന് വ്യക്തമാക്കാനാണ് എൻ്റെ ശ്രമം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഞാൻ പറയും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഒരു എക്കണോമിക്സ് പേഴ്സ്പെക്റ്റീവിൽ ഇതിൻ്റെ വാട്ട് ഈസ് ദ എക്കണോമിക് ഇംപ്ലിക്കേഷൻ ഓഫ് തൗഹീദ്. തൗഹീദിനും ഒരു എക്കണോമിക്സ് ഉണ്ട്, ആഖിറത്തിന് ഒരു എക്കണോമിക്സ് ഉണ്ട്. അപ്പോഴാണ് അത് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കതിനെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ്, ഗോൾസ്, പ്ലാൻസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഏതൊരു തത്വശാസ്ത്രത്തിനും ഈ 4 അടിത്തറകൾ ഉണ്ടാവും. അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ പ്രവർത്തന ഓപ്പറേഷണൽ തത്വങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ എയിം, ഗോൾ, ആൻഡ് അത് നേടിയെടുക്കാൻ ആവശ്യമായ പദ്ധതികൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജികൾ എന്താണ്, അതിനാവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇനി ഓരോന്ന് പറയുന്ന സമയത്തും നമ്മൾ ആഖിറത്ത് എന്ന് പറയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്ന സമയത്തും തൊഴിലാളിയെ ചേർത്ത് പിടിക്കുന്ന സമയത്തും കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഓഫർ എന്താ? സ്വർഗമാണ്. അപ്പോൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫലാഹാണ്, വിജയം. ആ ഫലാഹ് എന്ന് പറയുന്നത് ഈ ലോകത്തു ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസന, ഈ ലോകത്തും പരലോകത്തുമാണ്.
ഉള്ള വിജയമാണ്. അവിടെ ഇനി നമ്മൾ ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഗോള് പറയുമ്പോൾ പാരത്രിക മോശം എന്ന് ഞാൻ പറയില്ല. അത് പറയാതിരിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ എക്കണോമിക് പേഴ്സ്പെക്റ്റീവിലാണ് കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുക. അതിൽ ഈ 4 എണ്ണത്തിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ തൗഹീദ്, ഇബാദത്ത്, റിസാലത്ത്, ആഖിറത്ത്, ഖിലാഫത്ത്, തസ്കിയ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇത് അറിയുന്നു വിചാരിക്കുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ്, ദൈവം ഏകനാണ്. അപ്പം അള്ളാഹുവിന് സർവസ്വം സമർപ്പിക്കുക എന്നതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും മരണവും എൻ്റെ സകലമാന കർമ്മങ്ങളും അള്ളാഹുവിന് സമർപ്പിക്കുന്നു. സമ്പൂർണമായ സമർപ്പണത്തോടു കൂടിയുള്ള ആരാധനകൾ ഈ ഏകനായ ആദ്യത്തെ ഫൗണ്ടേഷൻ തൗഹീദാണ്. ആ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. റിസാലത്ത് പ്രവാചകത്വമാണ്. ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നത്. മനുഷ്യന് ഈ സത്യമാർഗം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു കണ്ട സംവിധാനം അത് പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നതാണ്. അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മനുഷ്യന് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും. ഒരു കോഡ് ഓഫ് ലൈഫ്. നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക, ഭൂമിയിലെത്തിയാൽ എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ രീതിശാസ്ത്രം ഞാൻ പഠിപ്പിച്ചു തരും. അത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ബേജാറാവണ്ട, ദുഃഖിക്കണ്ട, ഈ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ സ്വർഗത്തിലൊന്ന് കയറിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു താല കണ്ട സംവിധാനമാണ് റിസാലത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദം അലൈഹി ഇസ്ലാം പ്രവാചകനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ ഒട്ടനവധി പ്രവാചകന്മാരെ അള്ളാഹു താല നിയോഗിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ആ പ്രവാചകത്വ പരമ്പര അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഈ കോഡ് ഓഫ് ലൈഫ് പഠിപ്പിച്ചു തരാനുള്ള ഉത്തരവാദിത്വം. ആഖിറത്ത്, ഈ ലോകത്ത് നേരത്തെ പറഞ്ഞു, ഇവിടെ അൾട്ടിമേറ്റ് നമ്മളുടെ വിജയം, ഇവിടെ വിജയിക്കണം. പക്ഷേ ഇവിടെ അദ്ദുനിയ മസ്റഉൽ ആഖിറ, ഈ ലോകം എന്ന് പറയുന്നത് പാരത്രിക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഫലാഹ്, ആഖിറത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മളുടെ ലക്ഷ്യം ആഖിറത്താണ്. ഖിലാഫത്ത്, അള്ളാഹു താല മനുഷ്യനെ വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹു താല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ സന്ദർഭത്തിൽ മലക്കുകളെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയെ, ഖലീഫ എന്ന് പറഞ്ഞാൽ വൈസ് ജറൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ്, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് ഈ ലോകത്ത് മനുഷ്യൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി, അംബാസഡർ ആയിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ അംബാസഡർ അമേരിക്കയിൽ പോയാൽ ഇന്ത്യയുടെ നയങ്ങളാണല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ആരാണോ നമ്മെ അംബാസഡർ ആക്കിയിട്ടുള്ളത്, പ്രതിനിധിയാക്കിയിട്ടുള്ളത്, അവരുടെ ആ ശക്തിയുടെ വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ലോകത്ത് മനുഷ്യൻ്റെ സ്ഥാനം, എനിക്ക് പൈസ ഉണ്ടായി, എനിക്ക് സ്വന്തമായി, ഞാനായി, ആളായി, ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ അതിക്രമിയാവുന്നത് എപ്പോഴാണ്? തനിക്ക് താൻ മതിയായവനാണ് എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ്. അങ്ങനെ ഒരു മതിയായവനാവുന്ന അവസ്ഥ നമുക്കില്ല. കാരണം നമുക്ക് പരിധികളുണ്ട്. ബിക്കോസ് ഐ ആം ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, ഐ ആം ദി വൈസ് ജറൻറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ഖിലാഫത്ത് നമ്മൾ ഏറ്റെടുക്കുക. തസ്കിയ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ തസ്കിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധി. 2 തരത്തിലുള്ള വിശുദ്ധിയുണ്ട്. ആത്മീയമായ വിശുദ്ധി, ധാർമ്മികമായ വിശുദ്ധി, അതുപോലെ ശാരീരികമായ വിശുദ്ധി. ഇതെല്ലാം എല്ലാ അർത്ഥത്തിലുള്ള വിശുദ്ധി. സാമ്പത്തികമായ വിശുദ്ധി. ഇപ്പോൾ സക്കാത്ത്, തസ്കിയത്തിൽ നിന്നാണ് സക്കാത്ത് വരുന്നത്. സക്കാത്തിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധിയാണ്. എന്തിൻ്റെ വിശുദ്ധിയാണ്? പണത്തിൻ്റെ വിശുദ്ധി. നമുക്ക് കിട്ടുന്ന, നമ്മൾ ചെലവഴിക്കുന്ന അതിനെ ശുദ്ധീകരിക്കുകയാണ്. നമ്മളൊരു സാധനം വാങ്ങിയാൽ കഴുകിയിട്ടാണല്ലോ ഉപയോഗിക്കുക, ശുദ്ധീകരിക്കുകയാണ്.
അതുപോലെ നമുക്ക് കിട്ടുന്ന 1,00,000 രൂപ കിട്ടിയാൽ അതിന് 2,500 റുപ്യ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി ആ തുക എന്തായി? ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ കൊടുക്കുന്ന മനസ്സുണ്ടാവുമ്പോൾ എന്തായി? മനസ്സും ശുദ്ധീകരിക്കപ്പെട്ടു. പിശുക്ക്, ആളുകളോടുള്ള ഈറ, ഇങ്ങനെയുള്ള ഒരുപാട് മനസ്സിനെ മലിനമാക്കുന്ന ഘടകങ്ങളിൽ നിന്ന് മനസ്സിനെയും അത് ശുദ്ധീകരിക്കും. അപ്പോൾ ഒരേ സന്ദർഭത്തിൽ ആത്മീയവും ഭൗതികവുമായ വിശുദ്ധിയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ, ഈ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, ഇത് ഇസ്ലാമിക ജീവിതക്രമത്തിൻ്റെ ഫിലോസഫിയാണ്. ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഇതാണ്: തൗഹീദ്, ഇബാദത്ത്, റിസാല, ആഹിറ, ഖിലാഫത്ത്, തസ്കിയത്ത്. ഇനി ഇതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്താണ്? ഇപ്പോൾ തൗഹീദിന് എക്കണോമിക്സിൽ എന്താണ്, റിസാലത്തിന് എക്കണോമിക്സിൽ എന്താണ് എന്ന് ഒരാൾക്ക് ചോദിക്കുക. പക്ഷേ എക്കണോമിക്സിലാണ് ഉള്ളത്. ഇപ്പോൾ തൗഹീദ്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഏകനായ അള്ളാഹുവിന് സർവസ്വം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഈ 10 രൂപ ഹലാലായിരിക്കണം. വിംസ് ആൻഡ് ഫാൻസീസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടിയുള്ള പൈസ ആണ് എൻ്റെ കയ്യിലുള്ളത്. അൽ ഹലാലു ബയ്യിൻ വൽ ഹറാം ബയ്യിൻ, ഹലാലും ഹറാമും കൃത്യമാണ്. അപ്പോൾ അള്ളാഹു താല ഈ പൈസ ഞാൻ ഉപയോഗിച്ചാൽ പടച്ചോൻ ഇഷ്ടപ്പെടുമല്ലേ? പടച്ചോൻ ഇത് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ ആ പൈസ എടുക്കാൻ പറ്റൂല. ഞാൻ ഒരാൾക്ക് 10 റുപ്യ കൊടുക്കുന്നു, ഇത് പടച്ചോൻ ഇഷ്ടമുണ്ടാവുമോ? ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കില്ല. ഞാൻ ഒരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുമോ? ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂലേ? അങ്ങനെ ചായ വാങ്ങിക്കൊടുക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയല്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ചായ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ചെലവഴിക്കാൻ പറ്റൂല. ഇതാണ് തൗഹീദിൻ്റെ സാമ്പത്തിക വിശകലനം എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് ഫെയർനെസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, ഡിസ്കറേജിങ് ഫ്രോഡ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അൺഎത്തിക്കൽ പ്രാക്ടീസസ്. ഇപ്പോൾ പലപ്പോഴും കച്ചവടത്തിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പും, കേട് വന്ന സാധനം കൊടുക്കുക. എനിക്കറിയാം കൊടുക്കുന്നത് കേടാന്ന്, പക്ഷേ അയാൾ അത് അറിയുന്നില്ല. അയാൾ പുറയിലെത്തിയാലേ അറിയുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് പിന്നെ നമ്മുടെ ഇടപാട് കഴിഞ്ഞല്ലോ. അങ്ങനെയൊക്കെ പറ്റിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ കച്ചവടക്കാരനാണെങ്കിൽ അയാൾ സത്യസന്ധനായ കച്ചവടക്കാരനാവും. അയാൾ ഒരു വീടുകൾ ഉണ്ടാക്കുന്ന കോൺട്രാക്ടർ ആണെങ്കിൽ കൃത്യമായി അയാൾ ഉണ്ടാക്കിയ പാലം പൊളിയൂല, അയാൾ ഉണ്ടാക്കിയ വീടിന് കേടുപാട് സംഭവിക്കൂല. അപ്പോൾ എന്ത് സാമ്പത്തിക പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അള്ളാഹിൻ്റെ തൃപ്തിയോടുകൂടിയുള്ള ഈ പറഞ്ഞ ഫ്രോഡ്, എക്സ്പ്ലോയിറ്റേഷൻ, അൺഎത്തിക്കൽ പ്രാക്ടീസൊക്കെ ഒഴിവായതായിരിക്കും. ഇബാദ ensures that all economic decisions and actions are in align with divine guidance. തൗഹീദിൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിഫലങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആയിരിക്കും. രണ്ടാമത്തത് ഇബാദത്താണ്, വേർഷിപ്പ്, ആരാധന. അതിൻ്റെ സാമ്പത്തിക എന്താണ്? ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ, അയാൾ പള്ളിയിൽ പോകുന്നു, നമസ്കരിക്കുന്നു, തിരിച്ചു വന്ന് കച്ചവടം ചെയ്യുന്നു. പള്ളിയിൽ അല്ലാഹു അക്ബർ വളരെ കൃത്യമാണ്, ഭക്തിയാണ്. പീടികയിലെത്തിയാൽ, മാർക്കറ്റിലെത്തിയാൽ ആ ഭക്തി ചോർന്നു പോവാണ്. സാമ്പത്തിക ഇടപാട് നടത്തുന്ന സമയത്ത് ഭക്തി ചോർന്നു പോകുന്നു. ആ ഇബാദത്തിന് അർത്ഥമല്ല. അയാളുടെ കച്ചവടവും ഇബാദത്താണ്. അതുകൊണ്ടാണ് കച്ചവടക്കാരന് സ്വർഗം വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഇബാദത്തിൻ്റെ സാമ്പത്തിക എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്താ? ഇയാളുടെ സകലമാന സാമ്പത്തിക കർമ്മങ്ങളും എന്തായിരിക്കും? ഇബാദത്തായിരിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അധ്വാനിക്കാൻ പോകുന്നു, പൊരിവെയിലത്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല മഴയത്ത് ജോലി ചെയ്യുന്നു. വീട്ടിൽ കുട്ടികൾ സ്വസ്ഥമായി ഉറങ്ങുന്ന സമയത്ത്, കുട്ടികൾ സുരക്ഷിതമായി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഉപ്പ കഷ്ടപ്പെടുന്നു, അത് ഇബാദത്താണ്. തൻ്റെ ഉമ്മക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഇയാൾ കഷ്ടപ്പെടുന്നു, ഇബാദത്താണ്. അപ്പോൾ ഇയാളുടെ സാമ്പത്തിക കർമ്മങ്ങൾ മുഴുവൻ ഇബാദത്തായി മാറുന്നു. എൻകറേജസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി ഇൻ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആസ് എ ഫോം ഓഫ് വേർഷിപ്പ്. അതും ഒരു നമസ്കാരത്തിൽ കള്ളത്തരം കാണിക്കൂലല്ലോ അല്ലേ? ഒളു എടുക്കാതെ, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒളു എടുക്കാതെ നിസ്കരിക്കാൻ പോകില്ലല്ലോ. ആ ഒളു ബാത്തിലാവുന്നു, ആ നിസ്കാരം ശരിയാവില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കച്ചവടവും. 100 ഉറുപ്പ്യക്കുള്ള സാധനം വിറ്റാൽ 100 ഉറുപ്പ്യൻ്റെ സാധനമായിട്ട് കൊടുക്കണം. ഒളുവിൻ്റെ ഷർത്തുകൾ പൂർത്തിയാക്കുന്ന പോലെ ഈ സാധനം കൊടുക്കുക എന്നുള്ള ഷർത്ത് പൂർത്തിയാവണം. പകുതി കുറച്ചിങ്ങോട്ട് തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ.
അപ്പോൾ അത് പൂർണ്ണമായിട്ട് വേണം. എൻകറേജസ് വോളണ്ടറി ചാരിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ സോഷ്യൽ വെൽഫെയർ ഇനീഷ്യേറ്റീവ്സ്. നമ്മൾ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ നമുക്ക് സാമൂഹികമായ ബാധ്യതകൾ, ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചെലവഴിക്കാൻ വേണ്ടി തബൂക്ക് യുദ്ധത്തിൻ്റെ ഒക്കെ സമയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വയനാടിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെലവഴിച്ചു, പോക്കറ്റിലേക്ക് നോക്കും, ഒന്നുമില്ല, എന്നാലുള്ളത് കൊടുക്കാൻ വേണ്ടിയുള്ള ത്വര. ഇതാണ് ഇബാദത്തിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിസാല, പ്രവാചകത്വത്തിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ. പ്രവാചകൻ തിരുമേനി മാർക്കറ്റിൽ ഇറങ്ങിയ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു. കച്ചവടത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് നമ്മൾ പറഞ്ഞു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ. ഹലാൽ എന്താണ് എന്ന് കൃത്യമാണ്, ഹറാം എന്താണെന്നും കൃത്യമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനിലെ. അതിന്മേൽ വല്ലാതെ നിങ്ങൾ കളിക്കരുത്, കൃത്യമായി നിങ്ങൾ പഠിക്കുക. അങ്ങനെ വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ പ്രവാചകത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കച്ചവടത്തിലും എൻ്റെ കൃഷിയിലും എൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും എൻ്റെ ചെലവഴിക്കുന്നിടത്തൊക്കെ പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനങ്ങൾ പിൻപറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അയൽവാസി പട്ടിണി കിടക്കെ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾ വീട്ടിൽ പഴം വാങ്ങി, വീട്ടിൽ കുട്ടിക്ക് പഴം കൊടുത്തു, മിഠായി കൊടുത്തു, അടുത്ത വീട്ടിൽ കുട്ടികളുണ്ട്, ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടികളുടെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ പഴത്തിൻ്റെ തൊലിയും മിഠായിൻ്റെ തൊലിയും നിങ്ങൾ ആ കുട്ടികൾക്കാണ് വലിച്ചെറിയാൻ പാടില്ല. പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനമാണ്. ഇങ്ങനെ എത്ര അധികം സാമ്പത്തിക അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ റിസാലത്ത് എന്ന ഫിലോസഫിക്കൽ ഫൗണ്ടേഷനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായ വിശകലനം നമ്മൾ അംഗീകരിക്കൽ ബാധ്യസ്ഥരമാണ്. ആഖിറ, പാരത്രിക ജീവിതം, ഇത് ഏത് കർമ്മത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് എന്താ? പാരത്രിക മോക്ഷമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ പറയല്ലോ, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എന്ന് മക്കൾ പറയും. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അത് ഇവിടുന്ന് തീർക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായ ആള്? ഇവിടെ നല്ല കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കി, ആ പൈസയിൽ ഒരുപാട് ആളുകളുടെ വിയർപ്പും കഷ്ടപ്പാടും അവരുടെ സങ്കടം ആണ് എൻ്റെ സമ്പത്തെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു എടുത്തു കൊടുക്കും, ഉറപ്പാ. ഓരോരുത്തരുടെ ബാധ്യത എടുത്തു കൊടുക്കും. അവിടെ പടച്ചോനെ പറ്റിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. അങ്ങനെ കൊടുത്ത് ഇങ്ങേരുടേതൊക്കെ തീർന്നു. അയാൾ നിസ്കാരവും നോമ്പുമൊക്കെ ആയിട്ട് വന്നതാ, പക്ഷെ സാമ്പത്തിക രംഗത്ത് ഇയാൾ കൃത്രിമങ്ങളായിരുന്നു. അങ്ങനെ ബാധ്യതകൾ തീർത്ത് ഇനി കൊടുക്കാനാണ്, ഇയാളുടെ അടുത്ത് ഒന്നുമില്ല. അപ്പം അവരുടെ തിന്മ ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ സുമ്മ തുരിഹ ഫിന്നാർ, അങ്ങനെ അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അയാളാണ് മുഫ്ലിസ്, പാപ്രായവനെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആഖിറത്തിന് ഒരു സാമ്പത്തികമായ പരിപ്രേക്ഷ്യമുണ്ട്. അതാണ് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ നമ്മളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഖിലാഫ, നേരത്തെ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിൻ്റെ വൈസ് ജറൻറ്റ്, അംബാസഡർ ആണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഈ ഭൂമി, ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തം, ശക്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലുണ്ടാവുന്ന ഓരോ കൃത്രിമമായ അന്യായമായ ഇടപെടലുകളും അത് ജപ്പാനെ വരെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമി അള്ളാഹു നമുക്കൊരു അമാനത്തായി തന്നതാണ്. ഇതിനെ ഈ തലമുറക്കും അടുത്ത തലമുറക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ഭൂമിയുടെ ആണിയായിക്കൊണ്ട് പർവ്വതങ്ങളെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എടുത്തു പറയുന്നുണ്ട്. ആ ആണി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ദുരന്തങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഖിലാഫത്ത്, ഈ ഭൂമിയിലെ പ്രതിനിധിയാണ് നമ്മളെങ്കിൽ ഈ ഭൂമിയെ അതിനെ സസ്റ്റൈനബിൾ ആയിക്കൊണ്ട് നിലനിർത്തുക,
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടാവരുത് നമ്മളുടെ ഒരു വികാസവും. അടുത്ത തലമുറയെ നശിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള ആൾ സുഖമായി ജീവിക്കുക ശരിയല്ലല്ലോ. ഏതോ ഒരു വിഭാഗം ആസ്വദിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യായമല്ലേ? അപ്പോൾ നമ്മൾ ഭൂമിയിലെ ഖദീഫമാരാണെങ്കിൽ, പ്രതിനിധികളാണെങ്കിൽ, ഇതിനെ നിലനിർത്താൻ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻ ടു മാനേജ് ദ എർത്ത്, അഡ്വക്കേറ്റ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവറോൺമെൻറ്റൽ കൺസർവേഷൻ, എൻകറേജസ് റെസ്പോൺസിബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇതൊക്കെ ഈ ഖലീഫ എന്നതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷനാണ്. പിന്നെ തസ്കിയ, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, സ്പിരിച്വൽ ആൻഡ് മോറൽ, ആത്മീയവും ധാർമ്മികവും സാമ്പത്തികവുമായ ശുദ്ധീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എൻകറേജസ് പ്യൂരിഫിക്കേഷൻ ഓഫ് വെൽത്ത് ത്രൂ സക്കാത്ത് കൊടുക്കുമ്പോൾ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതുപോലെ ഡിസ്കറേജസ് ഹോർഡിങ്, കൃത്രിമമായ പൂഴ്ത്തിവെപ്പ് ചെയ്യാൻ പാടില്ല, ദാനധർമ്മ കൊടുക്കുക, അങ്ങനെയുള്ള രൂപത്തിലൊക്കെ തസ്കിയത്ത് ഉണ്ടാവും. പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് നമ്മളുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്? അദ്ല് വൽ ഇഹ്സാൻ, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നമുക്ക് നൽകുന്ന അതിശക്തമായ നിർദ്ദേശമാണ് അദ്ല്, ഇഹ്സാൻ. അദ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? നീതി, ജസ്റ്റിസ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ. രണ്ട് വലിയ വിഷയമാണ് അദ്ല്, ഇഹ്സാൻ. അപ്പോൾ ഏത് സാമ്പത്തിക മേഖലയിൽ, ഏത് പ്രവർത്തനങ്ങളിലും എന്തുണ്ടാവണം? അദ്ല് വേണം, ഇഹ്സാൻ. അദ്ലില്ലാത്തവൻ സ്വർഗത്ത് പോവില്ല, അല്ലേ? അത് എക്കണോമിക്സിൽ മാത്രമല്ല, മക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കളോട് നമ്മൾ ഇടപെടുന്ന എവിടെയും അദ്ല് വേണം. അതുപോലെ ഇഹ്സാൻ, വബിൽ വാലിദൈനി ഇഹ്സാന. ഇഹ്സാൻ എന്നത് ഒരു വിഷയമാണ്. മൽ ഇഹ്സാൻ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മൽ ഇഹ്സാൻ, മൽ ഈമാൻ, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ. അപ്പോൾ മൽ ഇഹ്സാൻ എന്നതിന് പറയുന്ന മറുപടി എന്താ? അള്ളാഹുവിനെ നീ കാണുന്നു എന്ന പോലെ കർമ്മങ്ങൾ ചെയ്യുക, ഏറ്റവും വൃത്തിയിൽ ചെയ്യുക. അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ. ഒരു കോഴി നടക്കുകയാണെങ്കിൽ ഏറ്റവും മൂർച്ചുള്ള കത്തിയോണ്ട് അതിന് വെള്ളമൊക്കെ കൊടുത്ത് പുറത്തൊക്കെ അതിൻ്റെ കഴുത്തിലൊക്കെ ഒന്ന് തടവി ഇഷ്ടത്തോടു കൂടി അറുക്കുന്നതാണ് ഇഹ്സാൻ. ഒരു ചായ കൊടുക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സുലൈമാനി വിത്ത് മുഹബ്ബ, ഒരു ഇഷ്ടത്തോടു കൂടി ഒരു ചായ കൊടുക്കുക. വീട്ടിലെത്തി മക്കളെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിച്ച് ഒരു വിശാല മനസ്സോടുകൂടി കുറച്ച് തമാശ ഒക്കെ പറഞ്ഞ് ഇരിക്കുക. അവിടെ ഇഹ്സാനാണ്. അത് കച്ചവടത്തിലും കൃഷിയിലും ഏത് മേഖലയിലും ഇഹ്സാൻ വളരെ പ്രധാനമാണ്. ജസ്റ്റിസ് ആൻഡ് ബെനവലൻസ്. രണ്ടാമത്തത് തകാഫുൽ, തആവുൻ. തആവുനു അലൽ ബിർരി വത്തഖ്വ, പരസ്പരമുള്ള സഹായം, കോപ്പറേഷൻ, അതാണ് തആവുൻ. പാരസ്പര്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. റോബിൻസൺ ക്രൂസോനെ പോലെ ഒറ്റക്ക് ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. പാരസ്പര്യം വളരെ പ്രധാനമാണ്. അതാണ് മ്യൂച്വൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. തകാഫുൽ എന്ന് പറഞ്ഞാൽ പരസ്പര സുരക്ഷിതത്വമാണ്. നമ്മൾ ഇസ്ലാമിക് ഇൻഷുറൻസിന് പറയുന്നത് എന്താണ്? തകാഫുലാണ്. ഈ ഇസ്ലാമിക് ഇൻഷുറൻസ്, തകാഫുൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചാൽ യശുദ്ധു ബാളുഹു ബാള, പരസ്പരം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നമൽ മുഅ്മിനൂന കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ്. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ പ്രശ്നത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കണം. ഇതിനാണ് തകാഫുൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമൂഹം എന്താണ്? സുരക്ഷിതമാണ്. തകാഫുൽ, പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്ത ആളുകൾക്ക് ധൈര്യമാണല്ലോ. ആക്സിഡൻ്റ് ആയാൽ പ്രശ്നമല്ല, കാരണം കമ്പനി പൈസ തരും. ഞാൻ മരിച്ചാൽ പ്രശ്നമല്ല, എൻ്റെ ലൈഫ് ഇൻഷുർഡ് ആണ്, ജീവൻ പോകുന്നാലോ. പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ടുള്ള തകാഫുലാണ്. ഒരു സമൂഹം, ആ സമൂഹത്തിലെ ഓരോ അംഗവും സുരക്ഷിതനാണ് ആ സമൂഹ ഘടനയിൽ.
അതിൻ്റെ ഒരു അടിത്തറയാണ് തആവുൻ, മ്യൂച്വൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ആരും ഒറ്റക്കല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യത്തിഹി. ഓരോരുത്തരും രാജാക്കന്മാരാണ്. നമ്മുടെ പ്രജകളെ സംബന്ധിച്ച് നാം ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് അല്ലാഹു തആല ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെ ഒക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. മോഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മധ്യമ, വലാ തബ്സുതു കുല്ലൽ ബസ്ത്. കംപ്ലീറ്റ് നിങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാനും പാടില്ല, പിന്നെ കൈ പെരടിയിൽ വെക്കാനും പാടില്ല, ഒന്നും കൊടുക്കാതെ പിശുക്കനും ആവരുത്, കംപ്ലീറ്റ് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യരുത്. ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കുക. ഒരു മിതത്വം, ഇതാണ് മോഡറേഷൻ എന്ന് പറഞ്ഞാൽ. വസത്ത, ഒരു മധ്യമ സമുദായമാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഒപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഇഹ്സാൻ, തകാഫുൽ, തആവുൻ, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് മോഡറേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ, അതിൽ ഇഹ്സാൻ വലിയ വിഷയമാണ് അല്ലേ? ഒരു സാമ്പത്തിക മേഖലയിലുള്ള അതിൽ എന്ന് പറഞ്ഞാൽ കയ്യും കാലും വറക്കും. ഞാൻ എൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ അതിൽ ഉണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഒരു ഒസ്വാസായിരിക്കും അവർക്ക് ജീവിക്കാൻ. ഒസ്വാസ് ആവാനല്ല പറയുന്നത്, സൂക്ഷ്മത അതിലുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇഹ്സാൻ. എന്നാൽ പിടിച്ചൂട് എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. കച്ചവടക്കാരോടൊക്കെ നമ്മൾ സാധനം വാങ്ങി പേശി അവസാനം എന്നാ പിടിച്ചൂട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. തൃപ്തിയാണ് കച്ചവടത്തിൽ. ഇടപാട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലാ ലററ വലാ ളിറാർ. ആരും ആക്രമിക്കാനും പാടില്ല, ആക്രമിക്കപ്പെടാനും പാടില്ല. ഒരു ഇടപാട് കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും തൃപ്തി വേണം. സാധനമൊക്കെ വാങ്ങി പുരയിലെത്തിയാലും ആ കച്ചവടക്കാരനെ വിളിച്ചിട്ട് പിന്നെ എനിക്ക് വളരെ സന്തോഷമായി, നിങ്ങളുടെ ഇടപാടുകൾ സാധനമൊക്കെ വളരെ റാഹത്താണ്, അൽഹംദുലില്ലാ എന്നൊരു മെസ്സേജ് അയച്ചാൽ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമുക്കും സന്തോഷം. ഈ ഒരു തൃപ്തി, ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഇംപ്ലിക്കേഷൻ, അതിൽ എൻഷ്യൂർസ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എൻകറേജസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫിലാന്ത്രോപ്പി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മാനുഷികമായ പരിഗണനകൾ. ഇപ്പോൾ ചില ഹോട്ടലിലൊക്കെ ചില കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. വില ചോദിച്ച് ഏറ്റവും വില കുറഞ്ഞ സാധനം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ അയാളടുത്തൊന്നും ഇല്ലായിട്ടാണ് എന്ന് ഹോട്ടലുകാരന് മനസ്സിലാവുന്നു. അയാൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു, പൈസ വാങ്ങാതെ വിടുന്നു, ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നു, അയാളുടെ കഥ പറയുന്നു. ഇങ്ങനൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഈ അതിൽ ഇഹ്സാൻ നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തകാഫുൽ, തആവുൻ പ്രൊമോട്ട്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് മ്യൂച്വൽ ഇൻഷുറൻസ്. തകാഫുൽ, നമ്മളുടെ ഈ നിധികൾ, ഒരുപാട് സാമ്പത്തിക മേഖലയിൽ നമ്മൾ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ബേസ് അതാണ്. അല്ലാതെ എൻ്റെ പൈസ, എൻ്റെ ശമ്പളം, എനിക്ക് സുഖമായി ജീവിക്കുക, അങ്ങനെ എല്ലാവരും ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. എൻകറേജസ് കളക്റ്റീവ് എഫേർട്സ് ടു അഡ്രസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചാലഞ്ചസ്. അപ്പം ഇങ്ങനത്തെ ഒരു സമൂഹ ഘടനയിൽ ആളുകളൊക്കെ സുരക്ഷിതരായിരിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷ്യൂർസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ബിസിനസ് പ്രാക്ടീസസ്. ഒന്നും ഒളിച്ചു വെക്കാനില്ല, കളവില്ല, കള്ളത്തരല്ല, വളരെ ക്ലിയറാണ്, സുതാര്യമാണ്. എൻകറേജസ് ഗുഡ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. മോഡറേഷൻ ഡിസ്കറേജസ് വേസ്റ്റ്ഫുൾ കൺസംഷൻ ആൻഡ് എക്സസീവ് സ്പെൻഡിങ്. അനാവശ്യമായി ചെലവഴിക്കൂല. ഇപ്പോൾ എക്സ്ട്രാവേഗൻസ് ആണല്ലോ ഏത് മേഖലയിലും, ഭയങ്കരമായ അനാവശ്യമായ ചെലവഴിക്കൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ വളരെ കൃത്യമായി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. പ്രൊമോട്ട്സ് ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, സമൂഹഘടനയിൽ ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നേരത്തെ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അടുത്ത തലമുറയെ അവഗണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ചില ആളുകൾ വീടും റോഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിന് ശേഷം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചില മേഖലകളിലൊക്കെ. ഗോൾസ്, ആ മൂന്നാമത്തത്, ഒന്ന് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, രണ്ടാമത്തത് ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ്, മൂന്നാമത്തത് ഗോൾസ്.
ഈ ഗോളിൽ നമ്മൾ ആഖിറത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞു, ആഖിറത്ത് നമ്മുടെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷനായി പറഞ്ഞിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, അതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റെഡ്യൂസസ് ഇൻകം ഇനിക്വാലിറ്റി ആൻഡ് പോവർട്ടി, ensures fair access to economic opportunities and resources for all members of society. നേരത്തെ പറഞ്ഞു, സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും, അത് ജോലി ഉള്ള ആളാണെങ്കിലും ജോലി ഇല്ലാത്ത ആളാണെങ്കിലും ജോലി ചെയ്യാൻ കഴിയാത്ത ആളാണെങ്കിലും, അങ്ങനെ വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും ജീവിതമാർഗം നിഷേധിക്കപ്പെട്ട ആളുകൾക്കും നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മളുടെ എക്കോണമി വികസിക്കേണ്ടതുണ്ട്, ഭൂമി വികസിക്കേണ്ടതുണ്ട്. നേരത്തെ പ്രവാചകൻ തിരുമേനി ചെയ്തല്ലോ, കൃഷിക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് അതിനുള്ള മോട്ടിവേഷൻ കൊടുത്തു. അതെന്തായി? വികസിച്ചു. കൾട്ടിവബിൾ ലാൻഡ് വികസിച്ചു. ആ രൂപത്തിലുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു വലിയ വിഷയമാണ്. ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വളർച്ചയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്ലസ് സ്ട്രാറ്റജി, അതിനൊരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് കൂടിച്ചേരുന്ന സമയത്താണ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ വികാസം നടക്കുന്നുണ്ട്, പക്ഷെ ആളുകൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നില്ല. ഡെവലപ്മെൻ്റ് അല്ല അത്. അപ്പോൾ ഗ്രോത്തും വേണം, ഡെവലപ്മെൻറ്റും വേണം. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വികാസം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എൻകറേജസ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് ബെനിഫിറ്റ്സ് ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി, പ്രൊമോട്ട്സ് ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് വിത്തിൻ എത്തിക്കൽ ബൗണ്ടറീസ്. അവിടങ്ങളിലാണ് നമ്മൾ പലപ്പോഴും പലരോടും ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഒരു ബൗണ്ടറി ഉണ്ട് വികസനത്തിനും വികാസത്തിനും. അത് മറ്റവൻ്റെ തലയിൽ കയറി നമ്മൾ വികസിപ്പിച്ചിട്ട് കാര്യമല്ല, അത് പാടില്ല. അത് ഇന്നുള്ളതോ വരാനിരിക്കുന്നതോ ആയ തലമുറകളെ ബാധിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കമ്പനി ഉണ്ടാക്കുന്നു, എൻ്റെ കമ്പനി പുറത്തേക്ക് ഇടുന്ന വിഷപ്പുക ഇവിടെ തന്നെയുള്ള ആളുകളെ, ഈ കാലഘട്ടത്തിലുള്ള ആളുകളെ തന്നെ അവരുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ എത്തിക്കൽ ബൗണ്ടറീസ് അത് പരിഗണിച്ചു കൊണ്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എഫിഷ്യൻസി ആൻഡ് സ്റ്റെബിലിറ്റി. ഏത് സാമ്പത്തിക വിഭവങ്ങളും എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയും. കൃത്യമായി അവിടെ അനാവശ്യമായ അവസ്ഥകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓരോന്നിൽ നിന്നുള്ള അതിൻ്റെ ഒരു യൂട്ടിലിറ്റി ഉണ്ട്. അത് മാക്സിമൈസ് ചെയ്യുന്ന, ഒപ്റ്റിമൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ. സ്റ്റെബിലിറ്റി, അത് സ്റ്റേബിൾ ആവുകയും വേണം. ഒരു വീടൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നാളെ വെള്ളം കയറുക, ഒരു കച്ചവടമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് പ്രളയം ബാധിക്കുക, ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ കൃഷി വിളവെടുക്കുന്ന സമയത്ത് വില ഇല്ലാതായി പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇൻസ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ലാതാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പലിശയാണ് എന്ന് നമ്മൾ പറയും. കാരണം പലിശ കഴിക്കുന്ന ആൾ പിശാച് ബാധ ഏറ്റവനെ പോലെ അല്ലാതെ നടക്കാൻ പറ്റൂല എന്നാ. കാരണം പിശാച് ബാധയായിട്ട് റാൻഡം വാക്കാണ്. റാൻഡം വാക്ക് മോഡലിന് ഉദാഹരണം പറയാറുള്ള എന്താ? ഒരു അപ്പ് ഡൗൺ. കാരണം മദ്യപിച്ച് നടക്കുന്ന ആൾ ഇങ്ങനെ വീണ് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക ചെയ്യുക. ഇൻസ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ സ്റ്റേബിൾ ആയിരിക്കണം എക്കോണമി. അപ്പോൾ സ്റ്റേബിൾ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ നമ്മളുടെ എയിമാണ്. എൻഷ്യൂർസ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൊമോട്ട്സ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് റിസിലയൻസ് അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇപ്പോൾ നമ്മുടെ ആധുനിക സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താ? എക്കണോമിക് ക്രൈസിസാണ്. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ക്രൈസിസിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അത് പരമാവധി ഇതിനൊക്കെ കാരണം നമ്മളുടെ തന്നെ മിസ് യൂട്ടിലൈസേഷനാണ് എന്ന് കാണാൻ സാധിക്കും. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. ഇപ്പോൾ തൊഴിൽ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചകളിലൊന്നെന്താണ്? എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിൽ ഓർ ജയിൽ നമ്മുടെ മുദ്രാവാക്യമാണ്. എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നു? ഒരുപാട് തിയറികൾ, ഒരുപാട് പഠനങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് തൊഴിൽ വേണം, തൊഴിൽ കൊടുക്കണം. തൊഴിലിൻ്റെ മഹത്വം നേരത്തെ നമ്മൾ പറഞ്ഞു. പ്രവാചകൻ തിരുമേനി ആദ്യ ദിവസം തന്നെ ആളുകൾ എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? തൊഴിലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നമ്മളുടെ ഓരോ നിമിഷവും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം കൃത്യമായി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, അത് ഒരു വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഏത് തൊഴിലിനെയും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന,
നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്രിയാത്മകമായ മേഖലയിലുള്ള വളർച്ച. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ് ലിവ്ലിഹുഡ്സ്, റെഡ്യൂസസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, എൻകറേജസ് ജോബ് ക്രിയേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പ് ഒരു വലിയൊരു മേഖലയാണ്. ഒരു ഓണ്ടർപ്രണർ ആണല്ലോ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി പ്ലാൻസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമ്മളുടെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത്. അതിനാവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് ഗ്രാജുവൽ ചേഞ്ച്. ഗ്രാജുവൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസിഷൻ ടു എൻ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം. ഓൾ ഓഫ് എ സഡൻ ഒരു വെട്ടിമുറിച്ച് മാറ്റലൊന്നും നടക്കൂല. സാവധാനത്തിൽ എന്ത് ചെയ്യണം, ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എൻഷ്യൂർസ് എ സ്മൂത്ത് ട്രാൻസിഷൻ ടു ആൻ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം വിത്തൗട്ട് കോസിങ് എക്കണോമിക് ഡിസ്റപ്ഷൻ. ഒരു മാറ്റത്തിലൂടെ നിലവിലുള്ള സംവിധാനം തകർത്തുകൊണ്ട് ഒരു മാറ്റം പാടില്ല. ഘട്ടം ഘട്ടമായി ആണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. പ്രൊമോട്ട്സ് ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ശരിയ കംപ്ലൈൻറ്റ് ഫിനാൻഷ്യൽ പ്രാക്ടീസസ്. നേരത്തെ പറഞ്ഞ ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയമെടുത്തുകൊണ്ട് ബിൽ ഹിക്മത്തി വൽ മൗഇള, അതിൻ്റെ ആ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് യുക്തിദീക്ഷയോടുകൂടി വേണം അത് നടപ്പിലാക്കാൻ. റിബ ഫ്രീ എക്കോണമി. നമ്മളുടെ ഒരു ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റ് പലിശ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശ നിരോധിച്ചു എന്നതാണ്. പലിശ ചൂഷണമാണ്. എല്ലാ സമൂഹവും പലിശയെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ എല്ലാവരും അത് ഉപയോഗിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ പലിശയുടെ ദുരന്തങ്ങൾ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിബ ഫ്രീ എക്കോണമി നമ്മളുടെ സ്ട്രാറ്റജിയാണ്, നമ്മുടെ ലക്ഷ്യമാണ്. അതിനാവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് പലിശരഹിത സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. എലിമിനേറ്റിംഗ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ്, റെഡ്യൂസിംഗ് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡെപ്റ്റ് ബേർഡൻസ്, പ്രൊമോട്ട്സ് റിസ്ക് ഷെയറിംഗ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സക്കാത്ത് ആൻഡ് ബൈത്തുൽ മാൽ. സക്കാത്ത് ഒരു വിഷയമാണ്. ബൈത്തുൽ മാൽ നേരത്തെ പറഞ്ഞു പബ്ലിക് ട്രഷറിയാണ്. അപ്പം ഇത് ഇസ്ലാമിക് എക്കോണമിയുടെ രണ്ട് സുപ്രധാനമായ പൊതു ഖജനാവുകളാണ്, സക്കാത്തും ബൈത്തുൽ മാലും. ഫറായിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തരാവകാശ നിയമങ്ങൾ, സാമ്പത്തിക അവിടെ സക്കാത്ത് ചിലവഴിക്കാനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ പൈസ ഇവിടെ ഒന്ന് വെക്കണ്ടേ. ഇസ്ലാമിക് ഫിസ്ക്കൽ പോളിസിയുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഒന്നാണ് എന്ത്, സക്കാത്ത്. അപ്പോൾ ഇസ്ലാമിക് ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രഷറിയാണ്. അപ്പോൾ സക്കാത്തിൻ്റെ ഫണ്ട് ഇതിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകമായിട്ട് ഉപയോഗിക്കുക. പക്ഷേ സക്കാത്ത് ചെലവഴിക്കാൻ അതിൻ്റെ അർഹരായ ആളുകൾ ആര് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ അത് അങ്ങനെ തന്നെ സെപ്പറേറ്റ് സെറ്റാക്കിയിട്ട് ചെലവഴിക്കും. പിന്നെ അത് അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിലുള്ള പോളിസി അനുസരിച്ചാണ്. അവർ അതിനൊരു പ്രത്യേകമായ അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ തന്നെ ചെലവഴിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇല്ലാതായാൽ പിന്നെ പൊതു ഫണ്ടിലേക്ക് കൊണ്ടുവരും. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സക്കാത്ത് ബൈത്തുൽ മാൽ. സക്കാത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു സക്കാത്ത് ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് സവിശേഷമായി തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ സക്കാത്ത് അല്ല യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ തക്കാഫുൽ ഇജ്തിമായി, സാമൂഹിക സുരക്ഷിതത്വ പദ്ധതിയാണ്. അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് സക്കാത്തിൻ്റെ. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനമായി ഒരു ബിൽറ്റ് ഇൻ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക സംവിധാനമാണ്. സക്കാത്തിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സംവിധാനവും ഇന്ന് വരെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റൂല. എത്ര കാലമായി, ഈ 1400 വർഷങ്ങളായി സക്കാത്ത് സംവിധാനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല, അതിൻ്റെ ഇനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല, പോളിസികളിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. ബിൽറ്റ് ഇൻ സ്റ്റെബിലിറ്റിയാണ്, ഓട്ടോമാറ്റിക്. വളരെ സുന്ദരമായ ഒരു സിസ്റ്റമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം.
സക്കാത്ത് ആൻഡ് ബൈത്തുൽ മാൽ. ഇസ്ലാമിക് സിസ്റ്റത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫറായിദ് പറഞ്ഞു, മാർക്കറ്റ് ആൻഡ് സ്റ്റേറ്റ് റോൾ. പിന്നെ രണ്ട് കൺസെപ്റ്റാണ്. എക്കണോമിക് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് മാർക്കറ്റാണ്, മാർക്കറ്റ് എക്കോണമി എന്ന് പറയും. നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിക്സ്റ്റുകൾ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? സമയമായി അല്ലേ? ഓക്കെ. നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളെ ക്യാപിറ്റലിസമൊക്കെ അതിൻ്റെ ആശാന്മാരാണ്. എല്ലാം മാർക്കറ്റ്. നമ്മൾ എക്കണോമിക്സിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. മാർക്കറ്റ് എക്കോണമിയിൽ ഇതിനൊക്കെ ഉത്തരം പറയുന്നത് ആരാ? മാർക്കറ്റ് തീരുമാനിക്കും. ലാഭമുള്ളത്, ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകുന്നത് ഉണ്ടാക്കണം. അതേസമയം രണ്ടാമത്തത് സ്റ്റേറ്റ് സോഷ്യലിസം. അത് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. വ്യക്തികൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല, ഓണർഷിപ്പില്ല, എല്ലാം മുകളിൽ നിന്ന് തീരുമാനിക്കും. ഇതാണ് സ്റ്റേറ്റ്. ഇസ്ലാം സ്റ്റേറ്റിനും പ്രാധാന്യമുണ്ട്, മാർക്കറ്റിനും പ്രാധാന്യമുണ്ട്. ഈ ഒരു നമ്മൾ ഇന്ത്യൻ എക്കോണമിയെ മിക്സ്ഡ് എക്കോണമി എന്ന് പറയും. പക്ഷേ എവിടെയാണ് മിക്സ് ആവുന്നത് എന്നൊക്കെ നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇസ്ലാമിക് എക്കോണമിയിൽ നമുക്കറിയാം റോൾ ഓഫ് സ്റ്റേറ്റ്, പ്രവാചകൻ തിരുമേനിയുടെ സ്റ്റേറ്റ് അതിശക്തമായിരുന്നു. സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു, റെഗുലേഷൻ ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടായിരുന്നു. ഒരാളെയും തലേ കയറൂല. വ്യക്തികൾക്ക് വ്യക്തി ഓണർഷിപ്പ് വിട്ടുകൊടുക്കുന്നുണ്ട്. അതേസമയം സമ്പത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവാണ് ഉടമ എന്ന് പറയുകയും നമുക്ക് ഖിലാഫത്ത്, ഉത്തരവാദിത്തം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു റോൾ ഓഫ് സ്റ്റേറ്റ് നമുക്ക് സവിശേഷമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, പിന്നെ മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ് വെൽഫെയർ, മനുഷ്യ ക്ഷേമം എന്നത് ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, ലേസസ് ഫെയർ പോളിസിയാണ്. ഗവൺമെൻറ്റിന് ഒരു റോളും എക്കോണമിയിലില്ല. എക്കോണമിയിൽ ഇടപെടുന്ന ഗവൺമെൻറ് മോശം ഗവൺമെൻറ്റാണ് എന്നൊക്കെയായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ പിന്നെ ദുരന്തം ഉണ്ടായാൽ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്, ദാരിദ്ര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്, തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റാണ് തൊഴിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇസ്ലാമിക് എക്കോണമി വളരെ പവർഫുള്ളാണ്, അതേസമയം ലിബറലുമാണ്. ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാം. ഇത്രയാണ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. വീണ്ടും അൽ ഹിസ്ബ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്. പിന്നെ നേരത്തെ മാർക്കറ്റ് സൂപ്പർവിഷനൊക്കെ പറഞ്ഞല്ലോ. അപ്പം എക്കോണമിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് അക്കൗണ്ടബിൾ ആണ്, അതൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓവർസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ എങ്ങനെ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ. എൻഷ്യൂർസ് കംപ്ലയൻസ് വിത്ത് ശരിയ പ്രിൻസിപ്പിൾ. കച്ചവടത്തിൽ കുരുത്തക്കേട് കാണിച്ചപ്പോൾ പോയി ഇടപെട്ടല്ലോ, അൽ ഹിസ്ബയാണ്. പ്രിൻസിപ്പിൾസ് ഇൻ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. കോൺട്രാക്ട് ബേസ്ഡ് എക്കോണമി, പിന്നെ എല്ലാം കോൺട്രാക്ട് ബേസ്ഡ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഫിനാൻഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ച് പറയും. മുഷാറക്ക, മുലാറബ, ഇതൊക്കെ രണ്ട് ആളുകളാണ്. ഒരു പൈസ ഉള്ള ആളും ഓണ്ടർപ്രണറായിട്ടുള്ള ആളും. ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റുകളാണ്. ഇതിന് റിള ഉണ്ടാവണം, രണ്ടു കൂട്ടർക്കും തൃപ്തി വേണം. അപ്പോൾ പ്രീ അഗ്രീഡ് കോൺട്രാക്ട്സ് നമ്മളൊരു ധാരണയിൽ ഒപ്പുവെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കോൺട്രാക്ട് ബേസ്ഡ് എക്കോണമി. രണ്ടു കൂട്ടരും ഞാൻ അടിച്ചേൽപ്പിക്കുന്നതല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ നിയമം ഉള്ളതല്ല, ചർച്ച ചെയ്തുകൊണ്ട് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട്. അതിപ്പോൾ പിന്നെ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എൻഷ്യൂർസ് ദാറ്റ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആർ ബേസ്ഡ് ഓൺ ക്ലിയർ ശരിയ കംപ്ലൈൻറ്റ് കോൺട്രാക്ട്സ്, റെഡ്യൂസസ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ഫെയർ ഡീലിങ്സ്. ക്ലിയർ അല്ലേ? ദെൻ ഡിറ്റർമിനിങ് പ്രയോറിറ്റീസ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി എന്നത് തീരുമാനിക്കപ്പെടേണ്ടത്. സെറ്റിംഗ് പ്രയോറിറ്റീസ് in economic planning and development based on Islamic principles ensures that economic activities align with social and ethical goals. അപ്പോൾ എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പ്രയോറിറ്റികളാണ്, അതുപോലെ ആഖിറത്തും പരിഗണിച്ചുകൊണ്ടുള്ള പ്രയോറിറ്റികളാണ് ഉണ്ടാവുക. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാവുന്നതാണ്.